പ്രിയമുള്ളവരെ വീട്ടിൽ നിന്ന് മയ്യത്തിറക്കുമ്പോ പ്രിയപ്പെട്ട ഭാര്യ പറയൂലേ, എനിക്കിനി ആരാ? എന്റെ പെങ്ങളെ നിനക്ക് നിന്റെ ബാപ്പയുണ്ട്, സഹോദരന്മാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. ആ പോകുന്ന മനുഷ്യനീനി ആരാ? നടന്ന് നീങ്ങുന്ന ജനസഞ്ചാരത്തിന്റെ അങ്ങേ തലക്കൽ ആടിയുരിയുന്ന മയ്യത്ത് കട്ടിലോ? പ്രിയമുള്ളവരെ, ഒറ്റപ്പെട്ടു പോകുന്ന നമ്മളുടെ സാഹചര്യങ്ങളെ ഓർത്തിട്ടുണ്ടോ? ജീവിതത്തിലൂടെ കളവ് പറയാത്ത ലോകത്തിന്റെ മുത്ത് പറയാണ്, പുരുഷന്മാർ അവരുടെ ഷോൾഡറിലേക്ക് മയ്യത്തെടുത്ത് വെക്കുമ്പോ ഇതാ കാനത്ത് സ്വാലിഹ, അത് സ്വാലിഹായ മയ്യത്താണെങ്കിൽ പറയണ വാക്കെന്താണെന്നറിയുമോ? ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ നിങ്ങളെ വേഗത്തിലൂടെ കൊണ്ടുപോകണേ. വഇൻ കാനത് ഗൈറു സ്വാലിഹ, അത് സ്വാലിഹത്തല്ലാത്തതായ മയ്യത്താണെങ്കിൽ, നരകാവകാശിയായ മയ്യത്താണെങ്കിൽ അതിങ്ങനെ വിലപിക്കുന്നുണ്ട്. യാ വൈലഹാ ഐന തദ്ഹബൂന ബിഹാ, ഇതിന്റെ നാശമേ, എങ്ങോട്ടാ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് വിലപിക്കുമ്പോ വാപ്പാന്റെ മയ്യത്ത് ഷോൾഡറിലേറ്റിയ പൊന്നുമക്കളുണ്ടോ? വാപ്പാന്റെ നിലവിളി കേൾക്കാൻ സാധ്യമല്ല. കരയണ്ട വാപ്പാ, ഞാനില്ലേ കൂടെ എന്ന് സ്വാന്തനം നൽകാൻ പോലും സാധ്യമല്ല. കാരണം മുത്ത് റസൂല് പറയാ, യസ്മഉ സൗതഹാ കുല്ല ഷൈഇൻ ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴികെ എല്ലാ വസ്തുക്കളും ആ ശബ്ദം കേൾക്കുന്നതാണ്. മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല. ലൗ സമിഅൽ ഇൻസാനു ലസ്വഇക, മനുഷ്യനെങ്ങാനും ആ ശബ്ദം കേട്ടുപോയിരുന്നെങ്കിൽ അവൻ ബോധരഹിതനായി താഴെ വീഴുമായിരുന്നു. പ്രിയമുള്ളവരെ, കൊണ്ടുപോയി കബറിലൂടെ ഇറക്കി വെക്കുമ്പോ അല്ലാഹുവിന്റെ മുത്ത് റസൂല് പറഞ്ഞില്ലയോ, ഖബർ വല്ലാതെ വല്ലാതെ ഇടുക്കുമെന്നാ, ഖബർ വല്ലാതെ ഇടുക്കി കളയുമെന്നാണ്. ഒരാള് പോലും അതിൽ നിന്ന് രക്ഷപ്പെടൂല. വമൻ നജാഹ മിൻഹു നജാ സഅദ് ഇബ്നു മുആദ്, ആരെങ്കിലും ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നു. ആരാണ് സഅദ് ഇബ്നു മുആദ് എന്നറിയുമോ? ബദറിലും ഉഹദിലും ഖന്തക്കിലും പങ്കെടുത്ത സഹാബിയാ. ഖന്തക്ക് യുദ്ധത്തിൽ ഇബ്നു അറഖ് എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്ത അമ്പ് കാരണത്താല് മുറിവ് പറ്റിയിട്ടോ ഞരമ്പ് മുറിഞ്ഞ് മദീനയുടെ മസ്ജിദുൻ നബവിയുടെ ഓരങ്ങളിലോട് ടെന്റ് കെട്ടി അല്ലാഹുവിന്റെ മുത്ത് റസൂല് പരിചരിക്കുമ്പോ ഒരു ദിവസം അസർ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ കാണുന്നത് ഒരാട് ചാടിയ കുളമ്പ് തന്നെ മുറിവിൽ തട്ടി രക്തം വാർന്നു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞതാണ്, ഷഹീദായതാണ്. ബനൂ അശ്ശൽ ഗോത്രത്തെ മുഴുവനായി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന സഹാബിയാണ്. അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോ അല്ലാഹുവിന്റെ മുത്ത് റസൂല് പറയാ, ഇഹ്തസ്സൽ അർശു, അല്ലാഹുവിന്റെ അർശ് പോലും കിടുങ്ങിയിട്ടുണ്ട്, അല്ലാഹുവിന്റെ സിംഹാസനം പോലും കിടുങ്ങിയിട്ടുണ്ട്. റഹ്മത്തിന്റെ മലക്കുകൾ സഫ് സഫായി കാത്തു നിന്നത് സഅദ് ഇബ്നു മുആദിന്റെ റൂഹിനെ കൊണ്ടുപോകാനാണെങ്കിൽ അങ്ങനെയുള്ള സഅദ് ഇബ്നു മുആദിന്റെ ജനാദ ഖബറിലോട് ഇറക്കി വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഖബർ വല്ലാതെ വല്ലാതെ ഇടുക്കി കളഞ്ഞുവെന്നാ. ഒരാളും രക്ഷപ്പെടൂല പ്രിയമുള്ളവരെ. വലാ സ്വബിയിൻ, ഒരു കുട്ടി പോലും അതിൽ നിന്ന് രക്ഷപ്പെടൂല. ഇന്നലെ വരെ വീടിന്റെ മുറ്റത്തോട് നടന്ന് കളിച്ചിരുന്ന 3-4 വയസ്സായ മക്കളില്ലയോ, കൊണ്ടുപോയി ഖബറിലൂടെ ഇറക്കി വെക്കുമ്പോ പറയാൻ പറ്റോ, എന്റെ പൊന്നുമോളാണ്, പൊന്നുമോനാ, ഇടുക്കല്ലേ ഖബറേന്ന് പറയാൻ സാധ്യമല്ല. പൊന്നുമ്മിച്ചാന്റെ മയ്യത്തിറക്കി വെക്കുമ്പോ ഇടുക്കല്ലേ എന്ന് പറയാൻ സാധ്യമല്ല, അറിയാനും സാധ്യമല്ല. പ്രിയമുള്ളവരെ, വീണ്ടും അവിടെ ഒറ്റപ്പെടുന്ന രംഗമാണ്. ഓരോ കല്ല് വെക്കും തോറും ഇരുട്ട് വീഴുന്ന ഖബറിലോട് അവസാനത്തെ കല്ലും വെച്ച് അതിന്റെ മേലെ നനഞ്ഞ മണ്ണും തെമ്പിയടച്ച് മണ്ണെല്ലാം കളച്ചു മൂടി മറമാടിയ ആളുകളൊക്കെ യാത്രതിരിക്കുമ്പോ ആ ഖബറിന്റെ ഉള്ളിൽ ഒറ്റക്കാണ്.
കരഅനിആൽ പോകുന്ന ആളുകളുടെ ചെരുപ്പിന്റെ വാറടികളുടെ ശബ്ദമില്ലയോ അല്ലാഹു കേൾപ്പിച്ചു കൊടുക്കുകയാ. എന്നെ ഒറ്റക്കാക്കി എല്ലാവരും വിട പറയുകയാ, എല്ലാവരും വിട പറയുകയാ. പ്രിയമുള്ളവരെ, ഖബർസ്ഥാനിൽ അന്ന് രാത്രി ഇരുട്ട് പതക്കുമ്പോഴും ഒറ്റക്കാ. മേടക്ക് പകരം മളമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. ചിതലും പൊഴുക്കൽ തവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. അമ്പരച്ചുംബികളായ കോട്ടുകൊട്ടാരങ്ങൾക്ക് പകരമില്ലയോ. 6 അടി മണ്ണാണ് റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. ഒരുപാട് കാലം അതിലൂടെ കഴിയേണ്ടതാണ്. ശരീരം ഇങ്ങനെ തിന്ന് നശിക്കപ്പെടുകയാ. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട്. സുഹൃത്തുക്കളെ, നമുക്കുള്ള നേത്രം രണ്ടും ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട്. നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ടേ. കണ്ണെല്ലാം പെട്ടെന്ന് അഴുകിപ്പോകുന്നതാണ്. ആരെങ്കിലും കണ്ടാൽ പേടിച്ചോടി പോകുമെങ്കിലോ. പ്രിയമുള്ളവരെ, എന്തിനാ ദുനിയാവിലൂടെ മനുഷ്യൻ തിന്മ ചെയ്തത് എന്നറിയുമോ? അവന് കണ്ടാസ്വദിക്കാനാ, അവന്റെ വയറിലെ ഉദരപൂരണങ്ങൾ നടത്താനാ. അവന്റെ ലൈംഗികമായ തിന്മകളിലാണെങ്കിലോ, ആദ്യം ശരീരങ്ങളിലൂടെ നശിക്കുന്നത് ഇത് മുഴുവനുമാണെങ്കിലോ. പ്രിയമുള്ളവരെ, എന്തിനാ ദുനിയാവിലൂടെ ഹറാമുകൾ ചെയ്തത് എല്ലാം നശിച്ചടിയുകയാ. പ്രിയമുള്ളവരെ, ഒറ്റക്കാണ് ഖബറിലൂടെ, ഒറ്റക്കാണ് മലായിക്കത്തുകളെ അഭിമുഖീകരിക്കുന്നത്, ഒറ്റക്കാ ഉത്തരം പറയേണ്ടതും ഒറ്റക്കാ. ആ ഒറ്റപ്പെടുന്ന നാളിൽ രക്ഷപ്പെടണ്ടേ? വേണ്ട പ്രിയമുള്ളവരെ, അതിനെന്ത് വേണം? ഇതൊരു ബാങ്ക് നമ്മൾ കേൾക്കാതെ പോയതാണ് കേട്ടോ. കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ നിർത്തും. അപ്പോ പ്രിയമുള്ളവർ, ഇൻഷാ അല്ലാഹ് നമ്മൾ ഇഷാ അത് കഴിഞ്ഞിട്ട് ആണ് നമസ്കാരം ഉണ്ടാവുക. ബത്തൂർ കവല പള്ളിയിൽ ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞാൽ അവിടെ ജമാഅത്ത് ഉണ്ടാവും. ആളുകൾക്ക് അവിടെ വന്ന് നമസ്കരിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു നാള് നമ്മളിലേക്ക് കടന്നു അതിനു മുമ്പ് നമുക്കൊന്ന് സ്വരൂപിക്കാനുണ്ട്. ആ നേരത്തെ വിലപിച്ചിട്ട് എന്നെ മടക്കി തന്നാൽ നന്നാവാം. അപ്പോ പല ആശയപരമായ ആദർശപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ സാധാരണ പറയുന്ന ഒരു വാക്കുണ്ട്. അതൊക്കെ എല്ലാവരും ഖുർആൻ ഓതി എല്ലാവരും ദീനൊക്കെ തന്നെ പറയണേ. ശരിയും തെറ്റൊക്കെ മരിച്ചുപോയാൽ അറിയാം എന്ന് പറയുന്ന ആളുകളുണ്ട്. അവിടെ പോയാൽ അറിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മരണത്തിന്റെ രംഗം മുതലേ അറിയും എന്തായിരുന്നു ശരിയെന്നും ബോധ്യപ്പെടും. പക്ഷെ എന്താ പ്രശ്നം എന്നറിയും? തിരിച്ചു വരാനൊരവസരമില്ല. മനുഷ്യനിങ്ങനെ കരഞ്ഞ് വിലപിച്ച് പറയാന്ന് പറയണത് നരകം കാണുമ്പോൾ മാത്രമൊന്നുമല്ല, അവസാന മൂമെന്റ് നരകത്തിലേക്ക് എറിയുന്ന ഒരു രംഗമുണ്ട്. നരകമെന്നുള്ളത് അടച്ചുമൂടപ്പെട്ടതാണ്. അത് തുറക്കപ്പെടുന്ന അതിലേക്ക് അതിന്റെ അർഹരായ ആളുകൾ എറിയപ്പെടുമ്പോ അത് തുറക്കപ്പെടുമ്പോ അതിന്റെ ഓരോ തീപ്പൊരികൾക്കൊരു കൊട്ടാരത്തിന്റെ കനമുണ്ട് എന്ന് ബിഷറിൻ കൽക്കസുറെന്ന് ഖുർആൻ. ആ നരകത്തിലേക്ക് എറിയപ്പെടുന്ന ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ചെറിയപ്പെടുന്ന ഒരു സാഹചര്യമില്ലേ? അതിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അടുത്ത സെക്കൻഡ് നരകാഗ്നിയാണെന്ന് ബോധ്യപ്പെടുമ്പോ ഭയവിഹ്വലനായി നിൽക്കുമ്പോ അള്ളാഹിനോട് പറയും, ഒരൽപ്പ സമയം തരൂ റബ്ബേ, ഞാൻ നന്നായിക്കോളാം. അല്ലാഹു മടക്കി തരൂല. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. പക്ഷെ എന്താണെന്നറിയോ? അള്ളാന്റെ കാരുണ്യമാണ് അള്ളാഹുവിന്റെ കോപത്തിന് അതിജയിച്ചത്. അതുകൊണ്ടാണ് ഒരു ഖുർആൻ തന്നു, ഒരു പ്രവാചകനെ തന്നു, മരണശേഷം ഇന്നതാണ് ജീവിതമെന്ന് പറഞ്ഞു, ഇന്ന രംഗങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നിട്ടൊന്നും നമ്മൾ നന്നാവാനുള്ള തീരുമാനമില്ലെങ്കിൽ ആ നേരത്തെ പറഞ്ഞ് മടങ്ങി വരാൻ കഴിയില്ല. ഖുർആനിലെ 7-ാമത്തെയും 37-ാമത്തെ ആയത്ത്, ഞാനിവിടെ ഉദ്ധരിക്കുന്ന ആയത്തുകൾ നിങ്ങൾക്ക് എഴുതി വെക്കാം.
സ്വാഭാവികമായും ഒരു ശ്രദ്ധയോടുകൂടി ഒരു സംസാരം കേൾക്കുന്ന ഒരാളുടെ മനസ്സിൽ നിന്ന് വരുന്ന മറുപടി പറഞ്ഞതിലൊക്കെ കാര്യമില്ലേ, അത് ഖുർആനല്ലേ? പിന്നീടാണ് നമ്മളെ തിരുത്തുന്ന ആളുകൾ പറയാം അത് മുജാഹിദുകൾ കൊടുത്തൊരു അർത്ഥമല്ലേ. പ്രിയമുള്ളവരെ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ആയത്തുകൾ നിങ്ങൾക്ക് എഴുതി വെക്കാം. അതിന് സമസ്തയുടെ പരിഭാഷകളിലൂടെ ഏതർത്ഥമാണ് കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. സ്വീകാര്യരായ ഉസ്താദുമാരോട് നിങ്ങൾക്ക് ചോദിച്ചറിയാം. ഇത് നമ്മളുടെ ഖബറിന്റെ വിഷയമാണ്. റൂഹ് പിടിക്കാനായി മലക്കുകൾ വരുമ്പോ 7-ാം അധ്യായത്തിന്റെ 37-ാമത്തെ ആയത്തില് അല്ലാഹു പറയാണ്, ഹത്താ ഇദാ ജാഅതുഹും റുസുലുനാ യതവഫൗനഹും, നമ്മുടെ ദൂതന്മാർ അവരുടെ റൂഹ് പിടിക്കാനായി കടന്നു വരുമ്പോ ഖാലു, അവര് ചോദിക്കുന്നുണ്ട്, ഐനമാ കുൻതും തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ നിങ്ങൾ ദുആ ചെയ്തിരുന്ന ആളുകളൊക്കെ എവിടെ പോയടോ? അല്ലാഹു അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന ആളുകളൊക്കെ എവിടെ പോയടോ? ഖാലു ളല്ലൂ അന്നാ, അവര് പറയുന്നുണ്ട്, ളല്ലൂ അന്നാ, അവരൊക്കെ ഞങ്ങളെ വിട്ടുപോയി. അല്ലാഹ് വശഹിദു അലാ അൻഫുസിഹിം, അവരിതാ സ്വയം സാക്ഷി പറയുകയാണ്, അന്നഹും കാനൂ കാഫിരീൻ, ഞങ്ങൾ നിഷേധികളായി പോയല്ലോ അല്ലാഹ്, എല്ലാം നിഷേധിച്ചു തള്ളിയവരായി മാറിയല്ലോ അല്ലാഹ്. അല്ലാഹുവിന്റെ മലക്കുകളുടെ ചോദ്യമാണ് ഇവിടെ വിളിക്ക്. ആരോടൊക്കെയാണ് ചോദ്യം? അല്ലാഹുവിന്റെ പ്രവാചകന് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ദുആ ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാല് എല്ലാവിധ കറാമത്തുകളും പ്രകടമായ മുഅ്ജിസത്തുകൾ പ്രകടമായ ഒരു പ്രവാചകന് ഈസാ നബി അല്ലാഹുവിന്റെ അനുവാദ പ്രകാരം മരണപ്പെട്ടു പോയവരെ ജീവിപ്പിച്ചിട്ടുണ്ട്, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തിയിട്ടുണ്ട്, കണ്ണിന് കാഴ്ച പോലും കൊടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വ്യക്തമായ മുഅ്ജിസത്തുകളുള്ള പ്രവാചകൻ തന്നെയാണ്. പക്ഷേ ആ ഈസാ നബിയോട് ദുആ ചെയ്തിരുന്ന ആളുകളുണ്ടെങ്കിലും, ഇബ്രാഹിം നബിയോട് ദുആ ചെയ്തിരുന്ന ആളുകളുണ്ടെങ്കിലും, ഏത് മഹാരഥന്മാരായ ആളുകളോട് പ്രാർത്ഥിച്ചവരുണ്ടെങ്കിലും അവരോട് മലായികത്തുകളുടെ ചോദ്യമാണ്, ഐനമാ കുൻതും തദഊന മിൻ ദൂനില്ലാഹ്, റബ്ബല്ലാതെ നിങ്ങൾ ദുആ ചെയ്തിരുന്നവരെവിടെ? പ്രാർത്ഥിച്ചിരുന്നവരെവിടെ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അർത്ഥം വെക്കാ, എന്റെ പ്രാർത്ഥനകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടാ, എന്റെ ആരാധനകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടാ. ആ തൗഹീദിന് വിപരീതമാണ് ശിർക്കെങ്കിലോ അതിന്റെ ഒരു കടുകുമണി തൂക്കം പോലും ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാ. കാരണം പ്രിയമുള്ളവരെ, മരണം വരെയുള്ള ജീവിതത്തിൽ എങ്ങാനും തൗഹീദിലോട് അബദ്ധം സംഭവിച്ചാൽ, അഥവാ ശിർക്ക് വന്നു പോയാൽ മരിക്കുന്ന നേരത്ത് തന്നെ പ്രയാസമാണോ? റസൂലുള്ളാഹിന്റെ ഹദീസിലൂടെ കാണാ, ഖബറിലെ ഏറ്റവും വലിയ അദാബ് ലഭിക്കുന്നത് പോലും ശിർക്ക് ചെയ്ത ആളുകൾക്ക് ഖബറിലൂടെ അദാബുണ്ട്. അവരുടെ പരലോകങ്ങള് പരാജയമാ. 5-ാം അധ്യായത്തിന്റെ 72-ാമത്തെ ആയത്തിലോട് അല്ലാഹു പറയുന്നുണ്ട്, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആര് അല്ലാഹുവിനോട് പങ്കു ചേർത്ത് പോയോ അവർക്ക് അല്ലാഹു സ്വർഗ്ഗമെന്നുള്ളത് ഹറാമാക്കിയിട്ടുണ്ട്. നേർക്ക് നേരെ സ്വർഗ്ഗം ഹറാം എന്ന് ഖുർആൻ പറഞ്ഞ ഒരേ ഒരായത്തുണ്ടെങ്കിൽ അത് ശിർക്കിന്റെ വിഷയത്തിലാ. അവരുടെ സങ്കേതം കത്തിയാളുന്ന നരകമാണെന്ന് ഖുർആൻ. സങ്കേതം കത്തിയാണെന്ന നരകമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശിർക്ക് വരാതിരിക്കാ, മരണനേരത്ത് പോലും പരാജയമുണ്ടാകാതിരിക്കാ. എന്താണ് ശിർക്ക് എന്ന് ചോദിക്കുന്നവരോട് പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ ആയത്തില് വളരെ കൃത്യമായി ആരാധന ആർക്കാകണമെന്ന് അല്ലാഹു തൗഹീദിന്റെ ബേസിക് തിയറി അല്ലാഹു അവതരിപ്പിക്കുമ്പോ പറഞ്ഞു, നിങ്ങൾ ആരെ ആരാധിക്കണോ? നിങ്ങളെ സൃഷ്ടിച്ചവരാരുണ്ടോ? നിങ്ങളുടെ പൂർവികരെ സൃഷ്ടിച്ച
വരാറുണ്ടോ? ഉപരിഭാഗത്ത് സംവിധാനിച്ചവനാരാ? ആ ഉപരിഭാഗത്ത് നിന്ന് വെള്ളമിറക്കി തരുന്നവനാരാ? അതുകൊണ്ട് സസ്യലതാദികളെ മുളപ്പിച്ചു തരുന്നവനുമാരാ? അവനേകനായ റബ്ബാണെങ്കിൽ, ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നവനും ആ ഏകനായ റബ്ബാണെങ്കിൽ, ഫലാ തജ്അലൂ ലില്ലാഹി അംദാദാ, അല്ലാഹുക്ക് നിങ്ങൾ സമന്മാരെ വെച്ചു പോകല്ലേ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിത ലോകം പറയാണ്, എന്താണ് ശിർക്ക് എന്നറിയുമോ? തശ്ബീഹുൽ ഖാലിഖ് ബിൽ മഖ്ലൂഖ് വ തശ്ബീഹുൽ മഖ്ലൂഖ് ബിൽ ഖാലിഖ്. സൃഷ്ടിയെ സൃഷ്ടാവിനോട് സാദൃശ്യപ്പെടുത്തലാണ്, സൃഷ്ടാവിനെ സൃഷ്ടിയോടും സാദൃശ്യപ്പെടുത്തലാണ്. അല്ലാഹു കാണുന്ന പോലെ ഒരാളെ കാണുമെന്ന് വിശ്വസിച്ചാൽ, അല്ലാഹു അറിയുന്ന പോലെ അറിയുമെന്ന് വിശ്വസിച്ചാൽ, അല്ലാഹു ഉത്തരം നൽകുന്നത് പോലെ ഉത്തരം നൽകുമെന്ന് വിശ്വസിച്ചാൽ, അല്ലാഹു പാപമോചനം നൽകുന്നത് പോലെ പാപമോചനം നൽകുമെന്ന് വിശ്വസിച്ചാൽ, അല്ലാഹുവിനോട് സാദൃശ്യപ്പെടുത്തിയാൽ ഉണ്ടാവരുത് പ്രിയമുള്ളവരെ, ഉണ്ടാവരുത്. അതിൽ ഏറ്റവും പ്രധാനമാണ് അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന. അതാണ് ആരാധന, അത് ആരാധന. ആ ആരാധന റബ്ബല്ലാത്തവരിലേക്ക് തിരിഞ്ഞാൽ, ഇതെന്റെ വക ഒരു വാക്കിൽ ഞാൻ പറഞ്ഞു തീർത്തതല്ല, വിശുദ്ധ ഖുർആനിലെ ആയത്തോതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്തു. ഏതാ ആയത്ത്? സൂറത്തു ആഫിറിൽ 60-ാമത്തെ ആയത്ത്. തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരുടെ അൽമവാഹിബുൽ ജലിയ, അൽമവാഹിബുൽ ജലിയയിൽ അദ്ദേഹം പറയുന്നുണ്ട്, പ്രാർത്ഥന ഇബാദത്താ ഹബീബേ എന്ന് നുഅ്മാനവർ പറയുന്നു നബിയിൽ നിന്ന്. പ്രാർത്ഥന ഇബാദത്താണ് നുഅ്മാൻ. ആ ഹദീസാണ് സ്വഹീഹ് മുസ്ലിമിലെ, ശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. സുമ്മ ഖറഅ, എന്നിട്ട് പ്രവാചകൻ ആയത്ത് ഓതുകയാ, വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ രക്ഷിതാവിതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യേ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, നമ്മോടുള്ള ആരാധനയിൽ ആര് അഹങ്കാരം കാണിക്കുന്നുവോ, ഏത് ആരാധന, പ്രാർത്ഥന എന്ന ആരാധനയിലൂടെ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, വളരെ നിന്ദ്യനായി നരകത്തിലൂടെ കടന്നു പോകുന്നതാ. സൂറത്തു ആഫിറിന്റെ 60-ാമത്തെ ആയത്താ. സൂറത്തു മുഅ്മിൻ എന്നും ആ സൂറത്തിന് പേരുണ്ട്. പ്രിയമുള്ളവരെ, റസൂലുള്ള പറഞ്ഞു പ്രാർത്ഥന ആരാധനയാ. അതുകൊണ്ടല്ലേ സൂറത്തു ജിന്നില് അല്ലാഹു തആല 18-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ, ആകയാൽ നിങ്ങൾ ദുആ ചെയ്യല്ലേ, ആകയാൽ നിങ്ങൾ പ്രാർത്ഥിക്കല്ലേ, മഅല്ലാഹി അഹദാ, അല്ലാഹുവിന്റെ കൂടെ, അല്ലാഹുവിന്റെ കൂടെ, അല്ലാഹുവിനെ ഒഴിവാക്കിയിട്ടെന്ന് പോലുമല്ല, അല്ലാഹുവിന്റെ കൂടെ പോലും ഒരാളോടും നിങ്ങൾ ദുആ ചെയ്യല്ലേ. ഈ ആയത്തിനെ വിശദീകരിച്ചതാരാണെന്നറിയുമോ? മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ആരെ? മുഹിയുദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ മുജാഹിദർക്ക് മൊയ്തീശ് ഒക്കെ ഉണ്ടോ അല്ലേ? ഞാനത് പറഞ്ഞത് നമ്മൾ എന്താ അറിയോ, നാട്ടേര് പറഞ്ഞ് കുറെ ഇങ്ങനെ കേട്ടിട്ടുണ്ടവർക്ക് ഔലിയാക്കളില്ല, സ്വലാത്തില്ല, ദിക്റില്ല. മുഹമ്മദ് നബീനെ സാധാരണ മനുഷ്യനാന്ന് പറയുന്നവര് അതാക്കന്നെ വല്ലാത്തൊരു നീട്ടലൻ. ഞങ്ങൾക്ക് എന്താ പറയാണ്ടെന്ന് ഞങ്ങളുടെ നാവെന്നല്ല കേൾക്കണ്ടേ. കോഴിക്കോട്ടുകാരന്റെ പിന്നെ മൊയ്തീൻ ഷേഖും തമിഴ്നാട്ടുകാരന്റെ മൊയ്തീൻ ഷേഖും വയനാട്ടിലേക്ക് പച്ചക്കുതിരയുടെ മേലെ വന്ന ഷെയ്ഖും ഡ്രൈവറില്ലാണ്ട് പുത്തമ്പള്ളിക്ക് കാറോടിച്ചു വന്ന ഷെയ്ഖും ഉമ്മാടെ ഗർഭപാത്രത്തിൽ നിന്ന് ചാടി ഫക്കീറിന്റെ കോരത്തിലെ വത്തക്ക ചോദിച്ചു വന്ന ഷെയ്ഖും ദീനുൽ ഇസ്ലാമും മനുഷ്യക്കോലായിട്ട് കിടന്ന് പിന്നെ അബ്ദുൽ ഖാദർ ജീലാനി തലോടിയപ്പോൾ ദീനുൽ ഇസ്ലാം മനുഷ്യരൂപത്തിൽ നിന്ന് ജീവനോട് എഴുന്നേറ്റിട്ട് ഞാൻ ദീനുൽ ഇസ്ലാമാണ് എന്നെ നിങ്ങളാണ് ജീവിപ്പിച്ചത് എന്ന് പറയുന്ന ആ അബ്ദുൽ ഖാദർ ജീലാനിയുടെ പേരിൽ കെട്ടിയുണ്ടാക്കിയ കള്ളക്കഥകളും ഞങ്ങൾ അംഗീകരിക്കണില്ല. നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഞാൻ വെറുതെ പറയാണ്.
സമസ്ത പുറത്തിറക്കിയ മുഹിയുദ്ദീൻ മാലയുടെ വ്യാഖ്യാനത്തിലെ 26ാമത്തെ വരി ദീൻ താൻ വിളിച്ചോവർ എന്ന വരിയുടെ വ്യാഖ്യാനത്തിലെ പറഞ്ഞ വെള്ളിയാഴ്ച ദിവസം അബ്ദുൽ ഖാദർ ജീലാനി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരാൾ മരിക്കാനായിട്ട് കിടക്കുകയാണ്. അപ്പൊ ആളങ്ങനെ തലോടി. അപ്പൊ ആൾ എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു, ഞാൻ ദീനുൽ ഇസ്ലാമാണ്, മനുഷ്യരൂപത്തിൽ വന്നതാണ്, മരിക്കാനായതാണ്, താങ്കളാണ് എന്നെ ജീവിപ്പിച്ചത്, അതുകൊണ്ട് താങ്കളുടെ പേര് മുഹിയുദ്ദീനാണ്. അങ്ങനെ ഈ അബ്ദുൽ ഖാദർ ജീലാനി പള്ളിക്ക് വരുമ്പോൾ ആളുകളൊക്കെ വിളിക്കാൻ തുടങ്ങി, മുഹിയുദ്ദീൻ, ദീനിനെ ജീവിപ്പിച്ചവൻ. ഇങ്ങനത്തെ മോശപ്പെട്ട കഥകൾ അതൊന്നല്ല. ഇറാഖിന്റെ ബഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിൽ അല്ലാമ യൂസുഫ് ഇബ്നു അയ്യൂബ് അൽ ഹമദാനി എന്ന് പറയുന്ന പണ്ഡിതന്റെ കീഴിൽ പഠനം പൂർത്തിയാക്കിയ ഒരു പണ്ഡിതനുണ്ട് ലോകത്ത്, മഹാനായ അബ്ദുൽ ഖാദർ ജീലാനി. ആ അബ്ദുൽ ഖാദർ ജീലാനി പറയാണ്, അദ്ദേഹത്തിന്റെ ഫത്ഹുർ റബ്ബാനി എന്ന കിതാബുണ്ട്. നമുക്ക് പ്രശ്നം വന്നത്, നമ്മളോട് ഈ കായംകുളത്തിന്റെ അല്ലെങ്കിൽ ഇവിടെ ഈ കന്യാകുളങ്ങരയുടെ ഭാഗത്തുള്ള ആളുകളോട് നമ്മൾ ചോദിക്കാണ്, മൊയ്തീൻ ഷെയ്ഖിന്റെ കിതാബ് ഏതാ ചോദിച്ചാൽ നമ്മൾ പറയും മുഹിയുദ്ദീൻ മാല, മുഹിയുദ്ദീൻ മൗലിദ്, ഖുതുബിയ്യത്ത്. മുഹിയുദ്ദീൻ ഷെയ്ഖ് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഇല്ല. മുഹിയുദ്ദീൻ മാല എവിടുന്ന? കോഴിക്കോട്ടുന്ന്. കണ്ടന്നറിവാളൻ കാട്ടിത്തേരും പോലെ കാളി മുഹമ്മദ നവർഗീലായെന്നോവർ കോഴിക്കോട്ടൂറ തന്നിൽ പിറന്നോവർ കോർവാഹിതൊക്കെയും നോക്കിയെടുത്തോവർ അവർ സ്വന്ന ബൈത്തീനും ബഹ്ജ കിതാബീനും അങ്ങീനെ തക്മീല തന്നീനും കണ്ടോ. കോഴിക്കോട്ടുകാരൻ കാളി മുഹമ്മദ് ഉണ്ടാക്കിയതാ. എവിടെ നിന്ന്? അവർ ഷന്ന ബൈത്തിൽ നിന്ന്, യാർ ഷന്ന ബൈത്തിൽ നിന്നാണ്. അപ്പൊ തന്നെ ബേസ് മനസ്സിലായില്ലേ? ബേസ് മനസ്സിലായില്ലേ? ഇത് മൊയ്തീൻ ഷെയ്ഖായിട്ട് ഒരു ബന്ധമില്ല. ഇല്ല. പിന്നെ കുത്തുബിയത്ത് എഴുതിയ ആളെവിടെ ജനിക്കുന്നത്? തമിഴ്നാട്ടിലെ കായൽ പട്ടണം സ്വദേശി സദഖത്തുല്ലാഹിൽ കാഹിലി. മുത്ത് റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞ് 1000 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഹിജറ 1040 അദ്ദേഹം മരണപ്പെടുന്നത് 1115 അതിനു മുമ്പുള്ള ഒരു മുസ്ലിങ്ങൾക്കും മുഹിയുദ്ദീൻ മാലയോ ഖുതുബിയ്യത്തോ പരിചയമില്ല. ഒക്കെ 400 ചില്ലറ കൊല്ലായിട്ടുള്ളൂ. അപ്പോ നമ്മൾ ഇനി ഞാനൊന്ന് പറയട്ടെ, നമ്മൾ മക്കയിലും മദീനയ്ക്കൊക്കെ ഒന്ന് പോണ ആളുകളാണ് അല്ലെ? മക്കയിൽ ഉംറക്ക് വേണ്ടി പോകുന്നുണ്ട്, ഹജ്ജിന് വേണ്ടി പോകുന്നുണ്ട്. ഞാൻ പറയുന്നു, അവിടെ സൗദി അറേബ്യയിൽ പോയാലും അല്ല ലോകത്തെ ഏത് അറബ് രാജ്യങ്ങളിൽ പോയാലും നിങ്ങൾ അവിടെ പോയിട്ട്, നമ്മുടെ കേരളം അല്ലാത്ത ഏത് വിദേശ രാജ്യങ്ങൾ, ഇന്ത്യ അല്ലാത്ത വിദേശ രാജ്യങ്ങളിൽ പോയാലും നിങ്ങൾ അവിടെ പോയി ചോദിക്കണം, മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കിതാബ് വേണം. ഏതാ വേണ്ടേ? 2 മുഹിയുദ്ദീൻ മാല, ഒരു ഖുതുബിയ്യത്തും വേണം. അവിടെ മക്കയിലെ ജരീര പബ്ലിക്കേഷൻസ് ഉൾപ്പെടെയുള്ള ബുക്ക് സ്റ്റാളിൽ, പ്രശസ്തമായ ബുക്ക് സ്റ്റാളുകളിലെ ആളുകളൊക്കെ മേപ്പെട്ട് വെക്കും. കാരണം അവർ പറയും, ഞങ്ങൾ ഇങ്ങനെ ഒരു കിതാബൊന്നും കേട്ടിട്ടില്ല അബ്ദുൽ ഖാദർ ജീലാനിയുടെ. നിങ്ങൾ ലോകത്ത് എവിടെ പോയി ചോദിക്കുക, അബ്ദുൽ ഖാദർ ജീലാനിയുടെ ഫത്ഹുർ റബ്ബാനി ഉണ്ട്, ഫുതൂഹുൽ ഗൈബ് ഉണ്ട്, മറ്റുള്ളവർ കൈകടത്തി എന്ന് പറയപ്പെടുന്ന ഉനിയത്തുൽ താലിബീൻ. എന്താ നമ്മളുടെ നാട്ടുകാരോട് പഠിപ്പിച്ചു കൊടുക്കാത്ത? അത് പഠിപ്പിച്ചു കൊടുത്താൽ ഇവിടെ ഊതി വീർപ്പിച്ച ആശയങ്ങൾ മുഴുവൻ തകരും. ഇർതകബതു അലൽ ഖത്വാ എന്ന വരി തെറ്റാണെന്ന് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ഫത്ഹുർ റബ്ബാനിയിലുണ്ട്, ഫുതൂഹുൽ ഗൈബിലുണ്ട്. ഇസ്തിആസ ശിർക്കാണെന്ന് ഫുതൂഹുൽ ഗൈബിലുണ്ട്. ഇപ്പൊ ഞാൻ ഓതിയ ആയത്തിലൂടെ അല്ലാഹ് പറഞ്ഞില്ല, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദഉ മഅല്ലാഹി അഹദാ. പള്ളികളെല്ലാം അല്ലാഹുവിനുള്ളതാണ്, ആകയാൽ അല്ലാഹുവിന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ ദുആ ചെയ്യല്ലേ. മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളി ആക്കിക്കോ. ഫലാ തദഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിന്റെ കൂടെ മറ്റാരോടും നിങ്ങൾ ദുആ ചെയ്യല്ലേ. കാരണം അദ്ദേഹം പറയാണ്, അല്ലാഹു പറഞ്ഞത് വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. മൊയ്തീൻ ഷെയ്ഖ് പോലും ആയത്തിനെ പഠിപ്പിച്ചു തരാ. അദ്ദേഹം മരിക്കണ നേരത്തെ അദ്ദേഹത്തിന്റെ മകൻ ഷെയ്ഖ് അബ്ദുൽ വഹാബ് വാപ്പാനോട് ചോദിക്കുന്നുണ്ട്, വാപ്പ എന്തെങ്കിലും ഒരു വസിയത്ത് തരുമോ? അദ്ദേഹം പറഞ്ഞു, എന്നാ പറയണെന്നറിയോ? റബീഉൽ ആഖിർ 11 അദ്ദേഹം ലോകത്തോട് വിട പറയണേ. നമ്മുടെ നാട്ടിലെ ആൾക്കാരെ ജീലാനി ദിനം കൊണ്ടാടുന്ന ദിവസം, അതിലെ ഏറ്റവും വലിയൊരു തട്ടിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം.
റബീഉൽ അവ്വൽ 12 പറഞ്ഞ നമ്മൾ പറയും നബിദിനാണ്. എന്താ? നബി ജനിച്ച ദിവസമാണ്. എങ്കിൽ റബീഉൽ ആഖിർ 11 ജീലാനി ദിനം. അപ്പൊ നമ്മൾ വിചാരിക്കും ജീലാനി ജനിച്ചതാണ്. അല്ലാട്ടോ, ജീലാനി മരിച്ചതാണ്. എന്താ ജീലാനി ജനിച്ച ദിവസം ജീലാനി ദിനം ആഘോഷിക്കാത്ത? അത് റമദാൻ 1-നാണ്. ഓൾറെഡി ആ മാസം 14 12 മാസത്തെ സ്കെച്ച് കറക്റ്റാണ്. നബിദിനം, ജീലാനി ദിനം, റിഫായി ഷേഖിന്റെ ആണ്ട്, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ആണ്ട്, ഇങ്ങനെ എല്ലാ മാസത്തേക്കും ഒരു കൃത്യമായിട്ട് അളന്നു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചൊക്കെ ആ റബീഉൽ ആഖിർ 11 വൈകുന്നേരം വുദൂ എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് 92ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുന്ന അബ്ദുൽ ഖാദർ ജീലാനിയോട് മകൻ അബ്ദുൽ വഹാബ് ചോദിക്കുന്ന, വാപ്പ ജീവിതത്തിൽ വസിയത്ത് തരുമോ? ആശ്രയം കാണാൻ അല്ലാഹനെ മാത്രമേ കാണാവൂ. അല്ലാഹനെ പോലെ ഒന്നിനും പേടിക്കണ്ട. അല്ലാഹ്ക്കെതിരിൽ ഒരാളെയും നീ ഭയപ്പെടരുത് എന്ന് മകനോട് നിർദ്ദേശം കൊടുത്ത അബ്ദുൽ ഖാദർ ജീലാനി. ആ പണ്ഡിതനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അവിടെ നമുക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്, പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു പ്രാർത്ഥന ആരാധനയാണ്. അള്ളാന്റെ കൂടെ മറ്റാരോടും പ്രാർത്ഥിക്കല്ലേ. അബ്ദുൽ ഖാദർ ജീലാനിയും അതിനങ്ങനെ തന്നെ വിശദീകരണങ്ങൾ തന്നു. എന്നിട്ടും പ്രിയമുള്ളവരെ, വ്യക്തമായി അള്ളാന്റെ ഖുർആനി ആശയങ്ങൾ പറയുമ്പോ സാധാരണക്കാരൻ പറയും, ഞങ്ങളൊക്കെ സാധാരണക്കാരല്ലയോ? അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ അതിന് മീഡിയേറ്റർമാരായിട്ട് അമ്പിയാക്കൾ വേണ്ടേ, ഔലിയാക്കൾ വേണ്ടേ? നമ്മളൊക്കെ സാധാരണക്കാരല്ലയോ? പ്രിയമുള്ളവരെ, അല്ലാഹു പറഞ്ഞു ഇടയിൽ ആള് വേണ്ട, റസൂലുള്ള പറഞ്ഞു ഇടയിൽ ആള് വേണ്ട, നേർക്ക് നേരെ അല്ലാഹുവിനോട്. ബദരീങ്ങൾ പറഞ്ഞു മധ്യവർത്തികളല്ല അല്ലാഹുവിനോട്. ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കൾ പറഞ്ഞു അല്ലാഹുവിനോട്. വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ 3 ആയത്തുകളിലൂടെ സൂറത്ത് ബഖറ 186ാമത്തെ ആയത്ത് അല്ലാഹനെ പരിചയപ്പെടുത്തി കൊടുക്കാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയുന്നുണ്ട്, വഇദാ സഅലക ഇബാദി അന്നീ. റസൂലേ, എന്നെ കുറിച്ചെങ്ങാനും എന്റെ അടിമ താങ്കളോട് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കണേ, ഫഇന്നീ ഖരീബ്, ഞാൻ വളരെ അടുത്തുള്ളവനാ. ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി, വിളിക്കുന്നവരെന്നെ വിളിച്ചാൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്നല്ലാഹ്. നമ്മൾ ഇന്ന് നാട്ടിൽ പറയണ വാദമാണ് ശരിയെങ്കിലേ അള്ളാന്റെ റസൂലിനോട് അള്ളാഹ് എന്താ പറഞ്ഞിട്ട്, മുഹമ്മദ് നബിയെ, എന്നെ കുറിച്ച് എന്റെ അടിമ താങ്കളോട് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം. അള്ളാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് അടുക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് അതിന്റെ ഇടയിലെ മീഡിയേറ്റർമാരായി അമ്പിയ ഔലിയാക്കളെ കൊണ്ടുവരണം എന്നല്ലേ അള്ളാഹ് പറയേണ്ടിയിരുന്നത്. പക്ഷെ അള്ളാഹ് പറഞ്ഞ വാക്കെന്താ? ഫഇന്നീ ഖരീബ്, ഞാൻ വളരെ അടുത്തുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി, വിളിക്കുന്നവരെന്നെ വിളിച്ചാൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്നല്ലാഹ്. 2ാമത്തെ ആയത്ത് സൂറത്തു ആഫിറിലെ 60ാമത്തെ ആയത്ത് നേരത്തെ ഉദ്ധരിച്ചതാ. അല്ലാഹു പറയാണ്, വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ രക്ഷിതാപിതാ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. 3ാമതായി 50ാം അധ്യായം സൂറത്തു ഖാഫിന്റെ 16ാമത്തെ ആയത്ത് അല്ലാഹ് പറയാണ്, വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചവൻ നാമാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും എനിക്കറിയാം. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, മനുഷ്യന്റെ നാഡി നരമ്പുകളെക്കാളും ഞാൻ അടുത്തുള്ളവനാ. അവന്റെ കണ്ഠനാടിയെക്കാളും അല്ലാഹു അടുത്തുണ്ട്. ആ പടച്ചോനിക്ക് അടുപ്പിക്കാൻ അല്ലാഹ് പറഞ്ഞെന്താണ്? മനുഷ്യനെ സൃഷ്ടിച്ചവൻ ഞാനാണ്, അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് എനിക്കറിയാം, അവന്റെ നാഡി ഞരമ്പുകളെക്കാളും ഞാൻ അടുത്തുണ്ട്. ആ റബ്ബിലേക്ക് ഇനി അടുപ്പിക്കാൻ ഒരാളുടെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ പ്രിയമുള്ളവരെ? ഇല്ലല്ലോ. അത്ര വ്യക്തമായി പറഞ്ഞു. ഇനി നമ്മളൊക്കെ സാധാരണ പറയും, ഞങ്ങളിങ്ങനെ അല്ലാഹു അല്ലാത്തവർ, അവർക്ക് വളരെ അമാനുഷികമായ പല തെളിവുകളും അവരുടെ ഭാഗത്തു നിന്ന് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഔലിയാക്കളായ ആളുകളൊക്കെ നമ്മൾ പറയലേ, ഔലിയാക്കൾ ഉള്ളതാണ്, ഔലിയാക്കൾക്ക് കറാമത്തും ഉള്ളതാണ്. അങ്ങനൊക്കെ നിങ്ങൾ പറയാൻ പറ്റുമോ? അല്ലേ? ഞങ്ങൾ പറയുന്നതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളുണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ വല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ.
10-ാം അധ്യായം 60-61 ആയത്താണ്. അലാ നിങ്ങൾ അറിയണേ, ഇന്ന ഔലിയ അല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ ഔലിയാക്കള് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കാനില്ല, ഭയപ്പെടാനില്ല. ആരാണ് റബ്ബിന്റെ ഔലിയാക്കൾ എന്നറിയുമോ? വല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അവർ ഈമാനുള്ളവരാണ്, തഖ്വയോടുകൂടെ ജീവിക്കുന്നവരാണ്. അതുകൊണ്ടല്ലേ ഈ ആയത്തിന്റെ തഫ്സീറുൽ ഖുർആനുൽ അലീമിലൂടെ കാണാം, മൻ കാന ലില്ലാഹി തഖിയാ കാന ലില്ലാഹി വലിയാ, ആര് റബ്ബിന് തഖ്വയോടുകൂടെ ജീവിച്ചോ അവൻ അല്ലാഹുവിന്റെ വലിയായി തീർന്നു എന്നാണ്. അള്ളാഹ്ക്ക് വേണ്ടി തഖ്വയോടുകൂടെ ജീവിച്ചവരാരോ അവരാണ് അള്ളാന്റെ ഔലിയാക്കള്. ആ ഔലിയാക്കളെ മുജാഹിദുകൾ അംഗീകരിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ പറയും, കണ്ടില്ലേ ഇവർക്ക് ഔലിയാക്കളൊന്നുമില്ല എന്നാണ് സാധാരണ ആളുകളോട് പറഞ്ഞു കൊടുക്കാറല്ലേ. നമ്മൾ പറഞ്ഞ ഔലിയാക്കളുണ്ട്. പിന്നെ എന്തിനെ എതിർത്ത് എന്നറിയോ? നിസ്കരിക്കാത്ത ഒരാളെ പറ്റിയിട്ട് അയാളെ വലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പറ്റൂല. കാരണം അവർ പറയലെന്താ അറിയോ? യഖൂലൂന യാ ഹാദാ തറക്ത സ്വലാതക അലം യഅലമു അന്നീ ഉസല്ലി ബിമക്കത, വലിയ നിസ്കരിക്കണില്ല, എന്നാൽ ഈ വിഡ്ഢികളായ ആളുകൾ അറിയുന്നില്ലേ വലിയ മക്കയിലാണ് നമസ്കരിച്ചത് എന്നാണ്. അപ്പൊ നിസ്കരിക്കാത്തവനെ വലിയാക്കി പറയുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കേ. കാരണം നമ്മൾ കാണുന്ന വലിയ എന്തെങ്കിലും നിസ്കരിക്കണില്ല, അത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മക്കയിലാണ്. ഞാനൊക്കെ ആലോചിച്ചു, മക്കയിലെ ഇമാമപ്പ വക്തയിൽ എവിടെ ഇരുന്നു എന്നാണ്. നമ്മള് ഇന്നിപ്പോ ആളുകളൊക്കെ മക്ക കാണാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഓരോ വക്തിന് ഇമാമിങ്ങൾ കടന്നു വരുന്നുണ്ടല്ലോ. ഇവിടുന്ന് നാട്ടിൽ നിന്ന് വിശിഷ്യ കേരളത്തിലെ ഔലിയാക്കളാണ് ഇവിടെ നിസ്കരിക്കുന്നത് കാണാതെ അവിടെ ഇങ്ങനെ ഇമാമ നിൽക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്നറിയോ? നിങ്ങൾ ആലോചിച്ചൊക്കെ, ഈ പറയണ വലിയനെ നല്ലപോലെ ഒരു മരത്തിന്റെ മേലെ കെട്ടിയിടുക, നേരം ഉച്ചവുമ്പോ പറയും വിശക്കണു, അപ്പൊ പറഞ്ഞാൽ മതി മക്കത്തെ വലിയ ഭക്ഷണം കഴിച്ചോട്ടെ, മുക്കത്തെ വലിയ ഇവിടെ കിടന്നാൽ മതി. അത് പറ്റൂല. നിസ്കരിക്കാൻ മാത്രം 40 ശരീരം ഉണ്ടെന്ന് പറയുമ്പോ നമ്മൾ പറഞ്ഞത് ശരിയല്ല. ഉത്തരസോല് ലോകത്തോടെ വിട പറയുന്ന സന്ദർഭങ്ങളിലൂടെ എല്ലാവരും പ്രവാചകന്റെ ചുണ്ടിലേക്ക് കാതോർക്കുകയാ. അവസാനമായി ഞങ്ങളോട് വല്ലതും പറയുമോ? അളിയനായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുണ്ട്, ആയിഷ ബീവിയുണ്ട്, അതുപോലെ തന്നെ പ്രവാചകന്റെ പത്നിമാരുണ്ട്, ഫാത്തിമ ബീവിയുണ്ട്. പക്ഷെ റസൂലുള്ള വിളിച്ചത് ഫാത്തിമ, ഹസനെ, ഹുസൈനെ, ആയിഷ എന്നല്ല. ഈ കന്യാകുളങ്ങരയുടെ ഭ്രാന്തപ്രദേശങ്ങളിലൂടെ ഒരുമിച്ച് കൂടിയ നമ്മെപ്പോലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലോകത്തിന്റെ മുത്ത് വിളിക്കാ, ഉമ്മത്തി ഉമ്മത്തി അസ്വലാ അസ്വലാ, എന്റെ ഉമ്മത്തെ, എന്റെ സമുദായമേ, നിസ്കാരത്തിന്റെ കാര്യമൊന്ന് ശ്രദ്ധിക്കണേ. ലോകത്തോടെ വിട പറയുന്നതിന് മുമ്പ് നടക്കാൻ കഴിയാതെ ഫള് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഷോൾഡറിലൂടെ കൈവച്ചുകൊണ്ട് മണലിലൂടെ കാല് വലിച്ച് 2 ചാല് പോലെ കാണപ്പെട്ടു എന്ന് സഹാബത്ത് പറയുമാറ് വന്ന് നമസ്കരിച്ച റസൂലുള്ള പറഞ്ഞിട്ടില്ല എന്റെ മക്കത്തെ ശരീരം നിസ്കരിക്കുമെന്ന്. ഇതൊക്കെ എവിടുന്ന്? നിങ്ങൾ നോക്കി, ഇസ്ലാമിലെ ഇബാദത്തിനെ വഴിതിരിച്ചുവിടാൻ നമ്മളൊക്കെ പറയില്ല വലിയ കറാമത്തുണ്ട്. കറാമത്തുള്ളതാണ്, അള്ളാന്റെ ഔലിയാക്കളും ഉള്ളതാണ്. പക്ഷെ നമ്മൾ ഈ പറയണ കള്ളത്തരങ്ങളെ എന്നിട്ട് നമ്മൾ പറയും ഇവരാണ് ലോകം നിയന്ത്രിക്കുന്നത്. ചിലപ്പോ വലിയ അള്ളാഹുമായി ലയിക്കുമെന്നും നബിമാരെക്കാൾ വരെ ദർജ വരുമെന്നൊക്കെ പറയുന്ന ഷിയായിസങ്ങളെ നിങ്ങളിത് തിരിച്ചറിയണം. പശ്ചിമേഷ്യയുടെ അങ്ങേ തലക്കല്, ഗാസയുടെ ഫലസ്തീനിന്റെ റഫയുടെ മണ്ണിലൂടെ അക്രമം അഴിച്ചുവിടുന്ന ഇസ്രയേലിന്റെ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന പിഞ്ചോമന മക്കളുടെ തലകളിലേക്ക് നാപ്പാം ബോംബുകളെ കൊണ്ട് തലയോട്ടികളെ തകർത്തെറിയുമ്പോ നമുക്കറിയാം അവൻ ഇസ്ലാമിന്റെ ശത്രുവാണ്, മുസ്ലിമീങ്ങളുടെ ശത്രുവാണ്. ആ മക്കളെ ഇല്ലായ്മ ചെയ്യാൻ ദയാദാക്ഷിണ്യമില്ലാത്തവൻ, ഹറാം ഭക്ഷിക്കുന്നവൻ, മതിലിന്റെ പുറകിൽ നിന്നല്ലാതെ യുദ്ധം ചെയ്യാൻ ധൈര്യമില്ലാത്തവൻ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ് അവൻ ഇസ്ലാമിന്റെ ശത്രുവാണ്. എന്നാൽ അവൻ പുറത്തു നിന്നുള്ള ശത്രു മാത്രമല്ല, അവൻ അകത്തുകൂടെ കടന്നു വന്നത് ഷിയായിസത്തിനെ കൊണ്ടുവന്നിട്ടാണ്. ആ ഷിയാക്കളാണ് ഇവിടെ പ്രിയമുള്ളവരെ ആദ്യത്തെ ജാറം അവതരിപ്പിച്ചത്, മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ജാറം. അതുവരെ ബദരീങ്ങൾക്കൊരു ജാറുണ്ടായിട്ടില്ല.
ഉഹുദീങ്ങൾക്ക് ജാറുണ്ടായിട്ടില്ല. അവിടുന്ന് പ്രവാചക കുടുംബത്തിലെ മറ്റു അതിനു മുമ്പ് വിട പറഞ്ഞവർക്ക് ജാറമുണ്ടായിട്ടില്ല. അത് കൊണ്ടുവരുന്നത് ഷിയാക്കൾ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹുവിന്റെ പേരിലാണ്. ആ ഷിയാക്കളിൽ നിന്ന് രൂപം കൊണ്ട ഒന്നാണ് സൂഫിസം എന്ന് പറയുന്നത്. ഇത് വെറുതെ ഒരു വാക്കല്ല. അബൂ ഹാഷിമുൽ കൂഫി, ജാബിർ ബിൻ ഹയ്യാൻ, അങ്ങനെ തുടങ്ങിയ ആളുകൾ, ഇവരൊക്കെ ആരാണ്? ജാബിർ ബിൻ ഹയ്യാൻ ഷിയാക്കൾക്ക് വേണ്ടി ഗ്രന്ഥങ്ങൾ വരെ എഴുതിയിട്ടുള്ള ആളാണ്. അബൂ ഹാഷിമുൽ കൂഫി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു വേള സിന്ദിഖാണ്, നിരീശ്വരവാദിയാണ്. അബ്ദുൽ കരീം സൂഫി, അങ്ങനെ ഈ 3 ആളുകൾ ചേർന്നിട്ടാണ് സൂഫിസങ്ങളെ കൊണ്ടുവരുന്നത്. ഷിയ വേരിലാണ്. അതുകൊണ്ടാണ് സൂഫിസത്തിന്റെ എല്ലാ വേരും ചെന്ന് നിൽക്കുന്നത് അലി റളിയല്ലാഹുവിന്റെ പേരിലാണ്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഖാദിരിയ, റിഫായിയ, നക്സബന്ദിയ, ഹൈദ്രൂസിയ, അങ്ങനെ വന്നിട്ട് കുരുവട്ടൂരിയ, ഏത് ത്വരീഖത്തുകളുടെ പേരും അവിടെയാ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരിലോ ഉമർ റളിയല്ലാഹുവിന്റെ പേരിലോ മുത്ത് റസൂലിലോ നമ്മൾ കാണില്ല. അവര് പറഞ്ഞു ലോകത്തോട്, ലോകം നിയന്ത്രിക്കുന്നത് ആരാണ്? മുദബ്ബിറുൽ ആലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഒരു കൊറോണ കാലഘട്ടത്തിന് ശേഷം നമ്മളും നാട്ടിലൂടെ കേൾക്കാൻ തുടങ്ങി. കോഴിക്കോട് മടവൂരിന്റെ ചിറ്റടിമയത്തിൽ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യനാണ് ലോകം നിയന്ത്രിക്കുന്നത്, ഫ്ലൈറ്റ് നിയന്ത്രിക്കുന്നത് എന്ന് കേൾക്കാൻ തുടങ്ങിയില്ലേ? പ്രിയമുള്ളവരെ ചിന്തിക്കുന്നവരോട് ചോദിക്കുകയാ, ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു എന്ന്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു എന്ന്, അവിടുന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു എന്ന്? ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായ വലിയില്ലയോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നുണ്ടെന്ന്? എന്തൊക്കെ ഇവിടെ കേരളത്തിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി. അവര് ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞ് ഇവർക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയില്ല. ഇനി മാത്രല്ല, ഇതൊക്കെ വലിയ വാദം ഉന്നയിക്കുന്ന ഈ ഉസ്താദുമാരെ സൗദി അറേബ്യ ചെന്ന് സ്വന്തം കഫീലിനോട് പറയാ, കഫീലെ ലോകമൊക്കെ നിയന്ത്രിക്കുന്ന ആരാന്നറിയോ? ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോട് മടവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 6 മണ്ണിൽ മറവ് ചെയ്യപ്പെട്ട CM മടവൂരാണെന്ന് പറഞ്ഞാൽ ആ അറബി ചോദിക്കുന്നത് മജ്നൂനിയ സക്കാഫി, എനിക്ക് ഭ്രാന്തുണ്ടോ സക്കാഫിയൻ? അത്ര കാറ്റേ ഉള്ളൂ പ്രിയമുള്ളവരതിന്. അല്ലേ? ലോകം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. ഇങ്ങനെ ഔലിയ അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ മനസ്സിൽ നിന്ന് വലിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഡ്രസ് കോഡ് ധരിച്ച് അല്ലെങ്കിൽ റൂമിലിരുന്ന് ആളുകളെ മന്ത്രിക്കുന്ന, നിങ്ങളൊക്കെ ലോകം കണ്ട ഏറ്റവും വലിയ അബൂബക്കർ റളിയല്ലാഹു അൻഹു പച്ച യൂണിഫോം അല്ല. അദ്ദേഹം റൂമിലിരുന്നിട്ട് മാറാരോഗമുള്ളവര് വന്നോട്ടെ, ജോലി കിട്ടാത്തവര് വന്നോട്ടെ എന്നല്ല. അദ്ദേഹം ആട് കറക്കുന്ന ജോലിക്കാരനായിരുന്നു, കറവപ്പണി. രാജ്യം ഭരിച്ചിരുന്നു, കുടുംബം നയിച്ചിരുന്നു, ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. സമൂഹത്തിൽ ഒരു മാതൃകാ പുരുഷനായി ജീവിച്ച മഹൽ വ്യക്തിത്വമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാണ് ഇസ്ലാമിലെ വലിയന്റെ പ്രത്യേകത. ആ വലിയ ഇസ്ലാം പറയാ, നമ്മളൊക്കെ ആളുകൾ വീണു പോകും അതിലൊരു കറാമത്തിന്റെ പേര് പറഞ്ഞിട്ടാണെങ്കിൽ ആ കറാമത്ത് ഇസ്ലാമിൽ ഉള്ളതാണ്. ആ കറാമത്ത് കണ്ടാൽ കറാമത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഖുർആൻ. നമ്മള് കറാമത്തുണ്ട് എന്ന് പറഞ്ഞ എല്ലാരും കൂടെ അങ്ങോട്ട് ഓടുകയായി അല്ലേ? അവിടെ നമ്മൾ കോഴിയായി, ആടായി, അല്ലേ, എല്ലാ മൃഗങ്ങളെയും കൊണ്ടുവന്ന് വ്യാഴാഴ്ച ദിവസമൊക്കെ നമ്മുടെ ഷെയ്ഖ് പള്ളിയുടെ പരിസരത്തൊക്കെ പോയാൽ ഞങ്ങളുടെ നാട്ടിലെ പെരുമ്പിലാവ് ചന്ത പോലെ ഒരു മിനി ചന്തയിലേക്ക് നമ്മുടെ നാടൊക്കെ മാറാൻ ആടും കോഴിയും ബഹളമൊക്കെ ഇട്ട് വന്ന്. അതുപോലെ തന്നെ വിവാഹ മാർക്കറ്റിംഗ്, കല്യാണം നടക്കാത്ത ആളുകളൊക്കെ ഈ പ്രാന്തപ്രദേശങ്ങളിലെ പല ഭാഗത്തും ആലപ്പുഴ ജില്ലയിൽ വ്യാഴാഴ്ച മഗ്‌രിബിന് കല്യാണം നടക്കാൻ വേണ്ടി പെൺകുട്ടികൾ വന്ന് നിൽക്കുന്ന മക്കാമുണ്ട്. പ്രിയമുള്ളവരെ, അവർക്ക് നിസ്കാരം പ്രശ്നമല്ല, ഇസ്ലാമിന്റെ വേഷവിധാനം പ്രശ്നമല്ല. ആരാ ഇത് ലോകത്തോട് പഠിപ്പിക്കണേ? ഇസ്ലാം പറയുന്ന ഒരു കറാമത്ത് പ്രകടമായാലും ഖുർആൻ പറഞ്ഞില്ല. 19-ാം അധ്യായം സൂറത്ത് മറിയം തുടങ്ങുന്നത് തന്നെ കഫായ ഐൻ സ്വാദ് ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയാ. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം വളരെ രഹസ്യമായി തന്റെ റബ്ബിനോട് ദുആ ചെയ്ത രംഗമുണ്ടല്ലോ. വഹനൽ അൽമു മിന്നി വഷ്തഅല റഅസു ശൈബാ, എന്റെ മുടിയൊക്കെ നരച്ചു പോയല്ലാ, എല്ലാം ദുർബലമായി പോയിട്ടുണ്ട് റബ്ബേ, ഞാൻ വന്ദികനാണ്
വന്നികയാണ്, ഭാര്യവയോ വന്നികയാണ്, ഇനി ഒരു മക്കളുണ്ടാവില്ലല്ലോ അല്ലാ. എന്നിട്ട് പോലും ആ പ്രവാചകൻ അല്ലാഹുവോട് പറഞ്ഞത് വലമ്മകുൻ ബിദുആഇക റബ്ബി ശഖിയാ, എന്റെ റബ്ബേ നിന്നോട് ദുആ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനായിട്ടില്ല അല്ലാ. ഞാനിങ്ങനെ പല പല ജാറങ്ങളിലേക്ക് നടന്ന് ഭാഗ്യം കെട്ടവനായിട്ടില്ല എന്നില്ല. ഒരുപാട് വള്ളികളുടെ മേലെ തൊട്ടിൽ കെട്ടിക്കൊടുത്ത് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല എന്നില്ല. ചന്ദനത്തിരിയും ആടും കോഴിമുട്ടയുമായി ദാനം കൊടുത്തിട്ടോ അതിങ്ങനെ മക്കാമുകളിലേക്ക് നേർച്ച കാണിക്കകളായി പോയിട്ടോ ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല എന്നല്ല. വലമ്മകുൻ ബിദുആഇക റബ്ബി ശഖിയാ, എന്റെ റബ്ബേ നിന്നോട് ദുആ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനായി പോയിട്ടില്ല അല്ലാ. പ്രിയമുള്ളവരെ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന സക്കരിയ അലൈഹിസ്സലാം ഒരു ദിവസം പള്ളിയിലേക്ക് കടന്നു വരുമ്പോ പള്ളിയുടെ മിഹ്റാബിലെ വലിയത്തുല്ലാഹി മറിയം ബീവി അല്ലാഹു ഇറക്കി കൊടുത്തതായ പഴം തിന്നുകയാ. 916 കറാമത്താ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ കറാമത്താ. അല്ലാഹു ഇറക്കി കൊടുത്ത പഴം തിന്നുന്നത് കണ്ടപ്പോ സക്കരിയ നബി ചോദിക്കുന്നു, മറിയമേ ഇതെവിടെ നിന്നാ? വിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാൻ 36, 37, 38 ആയത്തുകളാണ്. മറിയം ബീവി പറയുന്നുണ്ട്, ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇതെന്റെ റബ്ബ് എനിക്ക് തന്നതാണെന്ന് പറഞ്ഞപ്പോ സക്കരിയ നബി, അല്ലയോ മറിയം ബീവിയേ, എനിക്കൊരു കുട്ടിയെ തരണേന്ന് തേടിയില്ല. മറിയം ബീവിയുടെ ഹക്ക് ജാഹ് ബറക്കത്തോണ്ട് കുട്ടിയെ തരണേന്ന് തേടിയില്ല. മറിയം ബീവി കള്ള കൊടുത്ത കഴിവോണ്ട് കുട്ടിയെ തരണേന്ന് തേടിയില്ല. മറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ഹുനാലിക ദആ സക്കരിയ റബ്ബാ, അവിടെ വെച്ച് അതേ സന്ദർഭത്തിലൂടെ സക്കരിയ നബി തേടിയത് തന്റെ രക്ഷിതാവിനോടാണ്. റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബാ, ഒരു നല്ല സന്താനത്തെ നൽകണേ അല്ലാ. സക്കരിയ നബി കറാമത്ത് കണ്ടു, കറാമത്ത് അംഗീകരിച്ചു. ആരാണോ മറിയം ബീവിക്ക് കറാമത്ത് കൊടുത്തത് ആ റബ്ബിനോട് കറാമത്ത് കണ്ടപ്പോ ഹുനാലിക ദആ സക്കരിയ റബ്ബ, അവിടെ വെച്ച് അപ്പോ അല്ലാഹുവിനോട് പറഞ്ഞു. കറാമത്ത് അംഗീകരിച്ച് മറിയം ബീവി എന്ന വലിയത്തിനെയും അംഗീകരിച്ച് ആ കറാമത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനോട് ഔലിയാക്കളെ ബഹുമാനിച്ചോ, ഔലിയാക്കളെ ആദരിച്ചോ. പക്ഷെ ആരാധന കൊടുക്കേണ്ടത് അല്ലാഹുവിന് മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഇതല്ലേ ഇപ്പൊ നിങ്ങൾ നോക്കിയ ഖുർആൻ പറഞ്ഞ എല്ലാ പ്രാർത്ഥനയും അല്ലാഹുവിനോട്. ഖുർആൻ പറയുന്ന അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ ഒരാൾ വേണ്ട. ഖുർആൻ പറഞ്ഞു എല്ലാ പ്രാർത്ഥനയും അല്ലാഹുവിനോട് ആകണമെന്ന്. ബീവിമാരുടെ, ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, സജ്ജനങ്ങളുടെ മുഴുവൻ പ്രാർത്ഥനയും അല്ലാഹുവിനോട്. ഇത്ര വ്യക്തമായിട്ടും ഖുർആൻ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സമൂഹത്തിൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടായത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അള്ളാന്റെ ദീനിൽ സ്ഥിരപ്പെടാത്ത പുത്തൻ ആചാരങ്ങളെ കൊണ്ടുവന്നു. അതുവഴി റബ്ബല്ലാത്തവരോടുള്ള പ്രാർത്ഥനകൾ കടന്നു വന്നു. നിങ്ങൾ പരിശോധിച്ച് നോക്ക്, ഇസ്ലാമിലെ സ്ഥിരപ്പെട്ട ദീനായ ഇബാദത്തുകളിൽ എവിടെയും അല്ലാഹു അല്ലാത്ത ആരോടുമുള്ള ആരാധന കാണില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അന്ന് റസൂലുള്ളാന്റെ കാലത്തുള്ള ദീന് പിടിച്ചോ, അതിലൊരു തരിമ്പ് പോലും അല്ലാത്തവരോട് പ്രാർത്ഥന ഇല്ല. അന്ന് പൂർത്തീകരിച്ചൊരു ദീനില്ലേ? ദുൽഹജ്ജ് 9 അല്ലാഹുവിന്റെ മുത്ത് റസൂൽ അസ്ർ നമസ്കാര ശേഷം ഒട്ടകപ്പുറത്തിരിക്കവേ ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത മനോഹരമായ ഒരു ആയത്തുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. 5-ാം അധ്യായം സൂറത്ത് മാഇദ 3-ാമത്തെ ആയത്താണ്. ഇന്ന് ഇസ്ലാമിനെ പൂർത്തീകരിച്ചിരിക്കുകയാ, മതമായി തൃപ്തിപ്പെട്ടുകൊണ്ട് തന്നിരിക്കുകയാ. പ്രിയമുള്ളവരെ, അഥവാ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനുള്ളത്, ആ ദീനിലേക്ക് ഒന്നിനെയും കൊണ്ടുവരാനില്ല.
ഒന്നും അതിൽ നിന്ന് എടുത്തു കളയാനുമില്ല. ഇതെന്റെ വക അർത്ഥമല്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ആരാ? മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദ് ഇമാം ദാറുൽ ഹിജ്റ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ആരെങ്കിലും മതത്തിലൂടെ പുതിയൊരാചാരത്തെ കൊണ്ടുവന്നാൽ യറാഹാ ഹസന, അതിനെ അവൻ നല്ലതല്ലേ എന്ന് കാണുക കൂടെ ചെയ്താൽ ഫഖദ് സഅമ, അവൻ വാദിക്കുന്ന വാദം എന്താണെന്നറിയുമോ? അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഖാന ഫിൽ റിസാല, അല്ലാഹുവിന്റെ മുത്ത റസൂൽ അവിടുത്തെ ദൗത്യത്തിലൂടെ വഞ്ചന കാണിച്ചു എന്നവൻ വാദിച്ചിരിക്കുന്നു. എന്താ പറഞ്ഞത്? ദീനിൽ പുതിയൊരു ആചാരം കൊണ്ടുവന്നിട്ട് നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ ഈ നല്ലത് പറഞ്ഞു തരാതെ റസൂലുള്ളാഹി നമ്മളെ വഞ്ചിച്ചു എന്ന് വാദിക്കുന്നവനാണവൻ. കാരണം അല്ലാഹ് പറയുന്നു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇസ്ലാമിനെ പൂർത്തീകരിച്ചു, റസൂലുള്ള വഴി ഇസ്ലാമിനെ പൂർത്തീകരിച്ചു. അപ്പൊ നമ്മൾ പറയും ഈ നല്ല കാര്യമുണ്ട്, അത് റസൂല് പറഞ്ഞില്ലെങ്കിലും നല്ല പുത്തൻ ആചാരമാണ്, ആ നല്ലത് പറയാതെ റസൂലുള്ള വഞ്ചിച്ചു പോയി എന്ന് വാദിക്കുന്നവനാണവൻ. അടുത്ത എന്റെ വാക്കല്ലാട്ടോ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അൽ-ഇഅ്തിസാം എന്ന് പറയുന്ന കിതാബില പേജ് നമ്പർ 49 അടുത്ത വാക്കെന്തെന്നറിയോ? അടിവരട്ട് വെച്ചോ, ഫമാലം യകുൻ യൗമഇദിൻ ദീനാ ഫലാ യകൂനുൽ യൗമ ദീനാ. ആകയാൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ മതമില്ലാതിരുന്ന ഏതൊക്കെ കാര്യമുണ്ടോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിലൂടെ ചാടിക്കളിക്കുന്ന ഷാദുലി റാത്തീബ് എന്ന് പറയുന്ന ആചാരമില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ ആയുധമെടുത്ത് ശരീരത്തിലൂടെ പ്രഹരിക്കുന്ന ഖുത്റാത്തീബ് എന്ന് പറയുന്ന ആചാരമില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിലൂടെ ഒരുപാട് റബീഉൽ അവ്വലുകൾ കടന്നു പോയതാണ്. അന്ന് 12-ന് മാത്രമായ ഒരു ആഘോഷമില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ റബീഉൽ ആഖിറുകൾ കടന്നു പോയപ്പോ അന്നൊരു ജീലാനി ദിനമില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിലാണ് ബദറും ഉഹുദും നടന്നതെങ്കിലോ അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് ബദർ ദിനമോ ബദരീങ്ങളുടെ ആണ്ടോ മജ്ലിസുന്നൂറോ മഹ്ദറത്തുൽ ബദരിയ്യയോ ഇല്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിലാണ് ഏറ്റവും വലിയ ഔലിയാക്കൾ മരണപ്പെട്ടു പോയതെങ്കിലോ അവരുടെ ഖബറുകളെ അന്ന് ജാറമാക്കിയിട്ടില്ലെങ്കിലോ അവിടെ നിലവിളക്കില്ലെങ്കിൽ പട്ടില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ അവിടുത്തെ ഉമ്മമാര് പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. അന്ന് പോയിട്ടുണ്ടെങ്കിലോ ഇന്നും നിങ്ങൾക്ക് ദീനാ. അന്നുള്ളത് മുഴുവൻ ഇന്ന് ദീനാണ്, അന്നില്ലാത്തതൊന്നും ഇന്നും ദീനല്ല. എന്റെ സംസാരത്തിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു, അന്ന് ജീലാനി ദിനമില്ലെങ്കിൽ ഇന്നും ജീലാനി ദിനമല്ല. അതെങ്ങനെ നിങ്ങൾ അങ്ങനെ പറയാ? കാരണം ജീലാനി മുഹമ്മദ് നബിക്കും ശേഷം വന്ന ആളല്ലേ അല്ലേ? പിന്നെ എങ്ങനെ റസൂൽ ജീലാനി ദിനം ആഘോഷിക്കാം? നിങ്ങൾക്കറിയോ മൗലൂദിലെ അനകുന്തു മഅ നൂഹിൻ ബിഅലാ സഫീനതി, നൂഹ് നബിയുടെ കൂടെ കപ്പലിലെ മുഹ്യിദ്ദീൻ ശൈഖ് കുന്തു മഅ ഇബ്രാഹീമ മുൽകം ബിനാരിഹി, ഇബ്രാഹിം നബിയുടെ കൂടെ മുഹ്യിദ്ദീൻ ശൈഖ് ഉണ്ട്. അനകുന്തു മഅ ദാവൂദ അനകുന്തു മഅ സുലൈമാന അനകുന്തു മഅ ഇദ്രീസ, എല്ലാ നബിമാരുടെ കൂടെയും മുഹ്യിദ്ദീൻ ശൈഖിനെ പറയുന്നുണ്ട്. എത്രത്തോളം എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിനെ വരെ ഉൾക്കൊള്ളിച്ചു പറഞ്ഞ കളവെന്താ? റസൂലുള്ളാഹി മിഅ്റാജ് പോകുമ്പോ കോടി വഴുതി റസൂലുള്ള താഴേക്ക് വീഴുമ്പോ ഷോൾഡർ കാണിച്ചു കൊടുത്തത് മൊയ്തീൻ ശൈഖാ എന്ന് വരെ നിങ്ങൾ എഴുതിയില്ലേ? അതിന്റെ അനന്തര ഫലമാണ് കുത്തുബിയ്യത്തി എന്ന് പറയുന്ന കൃതി വരുന്നത് എങ്കിലോ എന്റെ പ്രിയമുള്ളവര്, ഇതൊക്കെ പറഞ്ഞിട്ടും മാലയില് പറഞ്ഞ അബദ്ധം എന്താണെന്നറിയോ? അല്ലാഹയെ കൊല്ലുന്ന ആളെന്ന് ഞാനുണ്ടെങ്കിൽ അപ്പോൾ അവർ കൈ പീഡിപ്പൻ ഞാനെന്നോവർ. ഹല്ലാജിനെ കൊല്ലണ നാള് ഞാനുണ്ടായില്ല.
എന്നാൽ ഈ മുടിക്കച്ചവടത്തിനേക്കാളും വലിയ കച്ചവടം കൊണ്ടുവന്ന പഴയ ഒരു പ്രമുഖനാണ് ഹല്ലാജ്. ആ ഹല്ലാജിനെ നാട്ടുകാരൊക്കെ കൂടെ തല്ലിക്കൊന്നു. അതിങ്ങനെ ഒരു കറാമത്ത് കഥ ഉണ്ടാക്കി പിടിക്കപ്പെട്ടതാ. അപ്പോ തല്ലിക്കൊന്നപ്പോ അദ്ദേഹം അന്ന് ഞാൻ ഉണ്ടെങ്കിൽ അവരുടെ കൈപിടിക്കുന്ന ഹല്ലാജ് മുഹമ്മദ് നബിക്ക് ശേഷം വന്ന ആളാ. നൂനിബിയുടെ കാലത്ത് ഞാനുണ്ട്, ഇദ്രീസ് നബിയുടെ കാലത്ത് ഞാനുണ്ട്, മൂസാ നബിയുടെ കാലത്ത് ഞാനുണ്ട്, മുഹമ്മദ് നബിയുടെ കാലത്ത് ഞാനുണ്ട്. പക്ഷെ അതിന് ശേഷം വന്ന ഹല്ലാജിന്റെ കാലത്ത് ഞാൻ ഉണ്ടായിട്ടില്ല. പ്രിയമുള്ളവരത് വൈരുദ്ധ്യങ്ങളാണ്. അവിടെ നിൽക്കട്ടെ. അപ്പൊ അന്ന് റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ ദീനുള്ളത് ഇന്ന് ദീനകാവും, അല്ലാത്ത ദീനല്ല. ആ ദീനിന്റെ പ്രത്യേകത അതിലെല്ലാ ആചാരങ്ങളും തൗഹീദാണ്. ഇപ്പൊ നമ്മളൊക്കെ പറയില്ലേ മജ്ലിസുൻ നൂർ നല്ല കാര്യമല്ലേ, മഹദറത്തുൽ ബദരിയ അല്ലെ, മാസം 25-ാം തീയതി ഒരു മതവിജ്ഞാന സദസ്സൊക്കെ പറഞ്ഞ എല്ലാവരും ഒക്കെ വിളിച്ചുണ്ടാക്കണം, നല്ല കാര്യമല്ലേ എന്തൊക്കെ നമ്മളിങ്ങനെ പറയും. ഞാൻ പറയട്ടെ, അത് നല്ലതാണെന്ന് വകവെച്ച് തരികയാണ്. ഒരു 5 മിനിറ്റ് നേരത്തെ കിട്ടോ, ഇതൊക്കെ നല്ലതാ, നിങ്ങൾ കരുതിക്കോളി. കുത്തറാത്തിബ് നല്ല കാര്യമാണ്, നിലവിളക്കുന്ന വെളിച്ചെണ്ണ കുടിക്കൽ നല്ല കാര്യമാണ്, ജാറം മൂടൽ നല്ല കാര്യമാണ്. നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ കടന്നു വരുമ്പോൾ നന്മയുടെ കിതാബിൽ കുത്തുബിയത്തും കുത്താറാത്തിബും അതുപോലെ തന്നെ ഹദ്ദാദും മൗലൂദും ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ മറുഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ചെറിയ നന്മകളുമായിട്ട് കുറച്ച് നിസ്കാരം, ഖുർആനും ഖബർ സിയാറത്തും അതുപോലെ തന്നെ ഖുർആൻ പാരായണങ്ങളൊക്കെ ഇട്ട് സുന്നത്ത് നിസ്കാരങ്ങൾ, തഹജ്ജുദൊക്കെ ഇട്ട് അവരൊരു ഭാഗത്ത്. നിങ്ങൾ ആലോചിക്കുക, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിക്കുക, റസൂലേ എന്താ ഈ കന്യാകുളങ്ങരക്കാരുടെ ഏടിൽ കുറേ സൽക്കർമ്മങ്ങൾ അല്ലെ, അവരുടെ കരിയിലക്കുളങ്ങര അല്ലെ, അവരുടെ ഏടിലൊക്കെ കുറേ സൽക്കർമ്മങ്ങളുണ്ട്. മഹദറത്തുൽ ബദരിയുണ്ട്, മജ്ലിസുൻ നൂറുണ്ട്, ഉണ്ട്, ഹീഹം ആഹാഹ്, ഇങ്ങനെ കുറെ ദിക്ർ. ഇതൊന്നും എന്താ റസൂല് ഞങ്ങളുടെ ഏടിലില്ലാത്തത്? അത് അബൂബക്കർ ഉമർ നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ട. അതൊക്കെ മഹത്തായ സൽക്കർമ്മങ്ങളാണ് എന്ന് പറയുന്ന ഒരു ഗതികേട് അള്ളാന്റെ ദീനിനുണ്ടാവും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ പ്രിയമുള്ളവരെ? ഞാൻ പറയും, നിങ്ങൾ മതമായി ചെയ്യുന്ന മുഴുവൻ കാര്യം രേഖപ്പെടുത്തി വെക്കുക. രാവിലെ എഴുന്നേൽക്കുന്നത്, പല്ല് തേക്കുന്നത്, കുളിക്കുന്നത്, വുദുവെടുക്കുന്നത്, 2 റക്അത്ത് നിസ്കരിക്കുന്നത്, ഹദ്ദാദ് ചൊല്ലിയത്, മാല ചൊല്ലിയത്, മൗലീദ് ചൊല്ലിയത്, ദുഹാ നമസ്കരിച്ചത് ഒക്കെ എഴുതി വെക്കാം. അതിൽ 1400 പഴക്കമുള്ളതൊക്കെ നമുക്ക് എടുക്കാം. അതിന്റെ ഇടയിൽ ഇങ്ങനെ വന്നപ്പോ പല്ല് തേക്കുന്നതിന് 1400ന്റെ പഴക്കം, നഖം മുറിച്ചതിന് 1400ന്റെ പഴക്കം, സുബഹി ജമാഅത്തിന് 1400ന്റെ പഴക്കം, മുഹിയുദ്ദീൻ മാല വെറും 400 ബ്ലോക്കായി കോഴിക്കോട് നിന്ന് കയറിയില്ല, അത് അവിടെ നിന്ന് കട്ട് ചെയ്തു. കുത്തുബിയത്ത് ഇങ്ങനെ തമിഴ്നാട് കായൽപട്ടണം വരെ എത്തി, അതും 400ൽ ബ്ലോക്കാണ്, 1400ലേക്ക് എത്തണില്ല. പ്രിയമുള്ളവരെ, 1400ന്റെ പാരമ്പര്യമുള്ളതൊക്കെ നമ്മൾ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അതിലുള്ള നേട്ടം അതിലെവിടെയും റബ്ബല്ലാത്തവരെ ദുആയോ പ്രാർത്ഥനയോ കാണൂല. ബംഗാളിച്ചൊക്കെ ഇസ്ലാമിലെ സ്വലാത്ത് നമ്മളിവിടെ എന്താ പറയാ, മുജാഹിദ് സ്വലാത്ത് ഇല്ലാത്തവരെന്തേ? അവർ സ്വലാത്ത് ഹൽക്കേക്കും കാണൂല, സ്വലാത്ത് അയച്ചു കൊടുക്കാനും അവരെ കാണൂല. അയച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരു സ്ലിപ്പ് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ആ സ്ലിപ്പ് ഇങ്ങനെ കിട്ടിയാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ പേര് എഴുതി ഷാഫി ഹുസൈൻ 6214 സ്വലാത്ത് എന്നൊക്കെ എഴുതി എൻ്റെ ഉമ്മാൻ്റെ പേരൊക്കെ എഴുതി കൊടുത്താൽ ഇവർ റസൂലുള്ളാഹിക്ക് ചവിട്ടിക്കയറ്റ. ഇങ്ങനെയുള്ള 2010 സൗത്ത് കർണാടകയുടെ അല്ലൻസാർ എന്ന് പറയുന്ന മാസികയിൽ ഒരു ലേഖനം വന്നു. SSFൽ നിന്ന് 5 കോടി സ്വലാത്ത്, 5 കോടി സ്വലാത്ത് SSF റസൂലുള്ളാഹിക്ക് അയച്ചു കൊടുക്കാൻ. അതുകൊണ്ട് ഓരോ യൂണിറ്റ് 1 ലക്ഷം സ്വലാത്ത് വീതം സെൻട്രൽ കമ്മിറ്റിക്ക് അയച്ചു കൊടുത്താൽ സെൻട്രൽ കമ്മിറ്റി അത് റസൂലുള്ളാഹിക്ക് ചവിട്ടിക്കയറ്റുന്നാൻ നമ്മൾ പറഞ്ഞത്. ഈ കരിയിലക്കുളങ്ങരയിലെ തുടവാഹ മസ്ജിദിന്റെ പരിസരത്തുള്ള ഉമ്മ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്ന് ചൊല്ലിക്കോ, ഒരൊറ്റ പണ്ഡിതന്റെയും കാലിന്റെ ചോട്ടിൽ കൊണ്ടുപോയി വെക്കണ്ട, അതല്ലാഹുവിന്റെ റസൂലിലേക്ക് എത്തിച്ചു കൊടുക്ക. അല്ലാഹു സംവിധാനങ്ങളെ തീർത്തിട്ടുണ്ടുമ്മ. ഇതൊക്കെ പണം ഉണ്ടാക്കാതെ ഏർപ്പാടാണ്. നമ്മൾ പറയുന്നു ധാരാളമായി സ്വലാത്ത് ചൊല്ലി. ഇവര് സ്വലാത്തില്ല എന്ന് മാത്രമല്ല, മുഹമ്മദ് നബീനെ വെറും ഒരു സാധാരണ മനുഷ്യനാക്കി എന്ന് പറയാം. നമ്മൾ പറയുന്നു അള്ളാന്റെ ഹബീബ് സാധാരണ മനുഷ്യനല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ മനുഷ്യനല്ല. അല്ലാഹുവിന്റെ ഹബീബിന് വെറും ഒരു സാധാരണ മനുഷ്യനെന്ന് ആര് പറഞ്ഞോ? അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താ. കാരണം റസൂൽ ആകാശലോകമായി ബന്ധമുള്ള നബിയാ, വഹിയുള്ള നബിയാ. ആ റസൂലുള്ളാഹിന്റെ വിയർപ്പിന് കസ്തൂരിയേക്കാൾ സുഗന്ധം വന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ റസൂലുള്ളാഹിന്റെ മുടിക്ക് ബറക്കത്തുണ്ട്, റസൂലുള്ളാഹിന്റെ മുടിക്ക് ബറക്കത്തുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇവിടെ മുടിപ്പള്ളിനൊക്കെ എതിർത്ത്?
അത് റസൂലുള്ളാന്റെ മുടീനെ എതിർത്തതല്ല, സാറേനെ കാണിച്ച് സൂറാനെ കെട്ടിച്ചപ്പോ അതിനെ നമ്മൾ എതിർത്തതാ. റസൂലുള്ളാന്റെ മുടിയുടെ പേര് പറഞ്ഞേ ഏതോ ഒരു മുടിക്കെട്ട് കൊണ്ടുവന്ന് കച്ചവടം ചെയ്തപ്പോ എതിർത്തു. റസൂലുള്ളാന്റെ ഒറിജിനൽ മുടിയാണോ? തബറുക്കെടുക്കാൻ മുജാഹിദുകൾ ഉണ്ടാവും മുന്നിൽ, മുജാഹിദുകൾ ഉണ്ടാവും മുന്നിൽ, അതിലൊരു സംശയവും വേണ്ട. അപ്പൊ റസൂലുള്ളാഹിനെ വെറും സാധാരണ മനുഷ്യൻ നമ്മൾ പറയുന്നില്ല. ആ റസൂലുള്ളാഹിക്ക് വേണ്ടി ധാരാളം സ്വലാത്ത് ചൊല്ലണം. പക്ഷെ എവിടെയാ പ്രശ്നമെന്നറിയോ? ബിദ്അത്തുകൾ, പുതിയ പുതിയ സ്വലാത്തുകൾ വന്നു. സ്വലാത്ത് ഹൽക്ക, കോഴിക്കോടിന്റെ താജു സ്വലാത്ത് എന്ന പുസ്തകത്തിലെ 110 സ്വലാത്ത്. പക്ഷേ നമ്മൾ മറന്നു പോയതാരെയാ? അള്ളാന്റെ മുത്തുനബിയുടെ സ്വലാത്തിനെ മറന്നു നമ്മള്. റസൂലുള്ളാഹിന്റെ നാവോണ്ട് പഠിപ്പിച്ച സ്വലാത്ത് മറന്നു നമ്മള്. ഖുർആനിന്റെ ആയത്ത് കൊണ്ട് റസൂല് പഠിപ്പിച്ച സ്വലാത്ത് മറന്നു നമ്മള്. നബിയോട് സ്നേഹമുണ്ടോ? ആ സ്വലാത്ത് ചൊല്ലണേ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു റസൂലിന് ഗുണം ചെയ്യുന്നുണ്ട്, മലക്കുകൾ ഗുണത്തിന് വേണ്ടി തേടുന്നുണ്ട്. വിശ്വാസികളെ, ധാരാളമായി സലാത്തും സലാമും നിങ്ങൾ ചൊല്ലിക്കോ എന്ന് ആയത്തിറങ്ങുമ്പോ സ്വഹാബത്തോടി വരികയാണ് പ്രവാചക സന്നിധിയിലോട്. കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലാനുള്ളത്? റിസാലത്തിന്റെ പൂച്ചുണ്ടുകൾ ചലിക്കുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ ഒരാളോട് മുത്തുനബിക്ക് വേണ്ടി എങ്ങനെയാ സ്വലാത്ത് ചൊല്ലാനുള്ളത് ചോദിച്ചാൽ നമ്മളെന്താ പറയാ? അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില. അതിന് ആര്യ സ്വലാത്തല്ലേ മോനെ, അത് റസൂല് പറഞ്ഞല്ലോ. അതേതാ റസൂല് പഠിപ്പിച്ച അങ്ങനെ ഒരു സ്വലാത്ത്? നമ്മൾ അത്തഹിയാത്തിൽ ചെല്ലണ സ്വലാത്ത്. അപ്പൊ എവിടെ നിന്ന് ചൊല്ലണം? അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തുൽ ഇല്ല, അങ്ങനെ ചൊല്ലി വന്ന കിട്ടി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അത് സ്വലാത്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. നമ്മൾ പറഞ്ഞ സ്വലാത്ത് ചൊല്ലി. ഇവിടെ എന്റെ പ്രസംഗത്തിൽ സ്വലാത്ത് ചൊല്ലിയില്ലേ? റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ആ സ്വലാത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ സ്വലാത്തിലെ അല്ലാഹുവിനോട് നബിക്ക് വേണ്ടിയുള്ള തേട്ടാണ്. അല്ലാഹുവേ, മുഹമ്മദ് നബിക്ക് നീ ഗുണം ചെയ്യണേ അല്ലാ, അവിടുത്തെ കുടുംബത്തിന് നീ ഗുണം ചെയ്യണേ അല്ലാ. ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്തതുപോലെ. തൗഹീദ് മാത്രമേ ഉള്ളൂ. ബാങ്ക് കഴിഞ്ഞാൽ ബാങ്കിൽ നിലക്കാതെ കേൾക്കുന്ന നാമമാരുടേതാ? അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുത്തുനബിയുടെ പേരാ. അത് കഴിഞ്ഞാൽ നബി എന്ന് വിളിച്ച പ്രാർത്ഥനയില്ല. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ. ഈ പരിപൂർണമായ വിളിയുടെ നാദാ മുഹമ്മദ് നബിക്ക് ഉന്നതമായ സ്ഥാനം നൽകണേ അല്ലാ. നമ്മുടെ നാട്ടിൽ ഒരാളുടെ ചരിത്രം മധുഹൊക്കെ നബിയുടെ മധുഹൊക്കെ പറഞ്ഞ് വഅദ് പറഞ്ഞാൽ അതിന്റെ അവസാനം എങ്ങനെ പ്രാർത്ഥിക്കുക? അല്ലയോ പുന്നാര നബിയേ, അവിടെ നിന്ന് ഒരുപാട് മധുഹ് പറഞ്ഞും പാടിയുമുള്ള സദസ്സാണ്. ഇതിനെ വെറുതെയാക്കല്ല നബിയേ. ആരൊക്കെ ആഭരണങ്ങള്, മാലകള്, പാദസരങ്ങള് ഊരിത്തന്നവരുണ്ടോ എല്ലാം പരിഗണിക്കണേ നബിയേ. റസൂലുള്ളാഹിന്റെ നാമം മുഴങ്ങിയ ബാങ്കിന്റെ ശേഷം പ്രാർത്ഥന അല്ലാഹുവിനോട്. റസൂലിന്റെ പേര് കേൾക്കുമ്പോ, റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ നബിയോട് തേടാനില്ല. ആ റസൂലുള്ളാഹിക്ക് വേണ്ടി അല്ലാഹുവിനോട് പറഞ്ഞോ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ള പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോ അവരോട് തേടാനില്ല. അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് തേടിക്കോ. അലൈഹിസ്സലാം. ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോ അവരോട് തേടാനില്ല, അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പറയാൻ. റളിയല്ലാഹു അൻഹും. പക്ഷെ നമ്മൾ എന്താ ചെയ്തെന്നറിയോ? ഈ ഒറിജിനൽ സ്വലാത്തൊക്കെ മാറ്റി വെച്ച് പുതിയ സ്വലാത്തുകൾ കൊണ്ടുവന്നു. خذ بيدي قد لاقت حيلتي وأدركني يا رسول الله. خذ بيدي എന്റെ കൈക്കൊന്ന് പിടിക്കണേ. قد لاقت حيلتي എന്റെ സൂത്രമൊക്കെ ഇടുങ്ങിപ്പോയിരിക്കുകയാണ്. وأدركني يا رسول الله. എന്നെ ഒന്ന് സ്വീകരിക്കണേ നബിയേ.
അത് നബിയോടുള്ള തേട്ടമാ, നമുക്ക് വേണ്ടി നബിയോടുള്ള തേട്ടമാ. റസൂലുള്ള പഠിപ്പിച്ചതല്ലോ അള്ളാനോട് നബിക്ക് വേണ്ടിയുള്ള തേട്ടമാ. അതാണ് സുന്നത്തും ബിദ്അത്തും തമ്മിലുള്ള വ്യത്യാസമെങ്കിലോ, തൗഹീദും ശിർക്കും തമ്മിലുള്ള വ്യത്യാസമെങ്കിലോ, ഇതുപോലെ പ്രിയമുള്ളവരെ ഇസ്ലാമിലൂടെ സ്ഥിരപ്പെട്ട ഇബാദത്താണ് വിശുദ്ധ ഖുർആനിന്റെ പാരായണം എന്നുള്ളത്. പക്ഷേ നമ്മൾ പകരം കൊണ്ടുവന്ന ബിദ്അത്താ മാല മൗലിദുകളുടെ പാരായണങ്ങളിലൂടെ കടന്നു വന്നത്. ഖുർആനിലൂടെ തൗഹീദ് അല്ലാതെ കാണൂല, അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആ അല്ലാതെ കാണൂല. പ്രിയമുള്ളവരെ, കരിയിലെ കുളങ്ങരയുടെ പുടവാ മസ്ജിദിന്റെ നാട്ടിൽ വന്നിട്ട് വെറുതെ ജനങ്ങളോട് പറയാനല്ല, പരിശോധിക്കാ, നിങ്ങൾക്ക് സ്വീകാര്യരായ പണ്ഡിതന്മാരോട് ചോദിക്കാ. വിശുദ്ധ ഖുർആനിന്റെ ഒരു കോപ്പി കൊണ്ടുപോയി കൊടുത്തിട്ട്, ഒരു പേജ് കൊടുത്തിട്ട് പറയണേ ഉസ്താദ്, ഈ ഖുർആൻ മുഹമ്മദ് നബിയിലൂടെ അവതീർണമായതാണല്ലോ. ആ റസൂലുള്ളാഹിക്ക് മുമ്പ് ലക്ഷക്കണക്കിന് നബിമാര് കടന്നു പോയിട്ടുണ്ട്. മുൻകടന്നു വന്ന ഏതെങ്കിലും ഒരു പ്രവാചകനോടോ, ഏതെങ്കിലും ഒരു പ്രവാചകൻ അല്ല കൊടുത്ത കഴിവ് കൊണ്ടോ, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടോ ഒരു പ്രാർത്ഥന ഖുർആനിൽ നിന്ന് കാണിച്ചു തരാൻ കഴിയുമോ? ഒരു കാലത്തും സാധ്യമല്ല. കാരണം ഫാത്തിഹ മുതലുള്ള പ്രാർത്ഥനകൾ എടുത്തോ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്നാ വനജ്നി മിൻ ഫിർഔന വഅമലിഹി വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനി الضر وأنت أرحم الراحمين قال رب انصرني بما كذبون سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. സ്ക്വയർ ഫീറ്റ് കണക്ക് പേപ്പർ ഉണ്ടോ? അള്ളാഹുവോട് മാത്രമുള്ള പ്രാർത്ഥന എഴുതിത്തരാ. അര പേജ് തന്നിട്ട് അള്ളാഹു അല്ലാത്തവരോടുള്ള കൊടുത്ത കഴിവ് കൊണ്ടോ, ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടോ ഒരു പ്രാർത്ഥനയുണ്ടോ? സാധ്യമല്ല. ബീവിമാരുടെ പ്രാർത്ഥനയില്ലേ ഖുർആനില്? ഔലിയാക്കളുടെ പ്രാർത്ഥനയില്ലേ ഖുർആനില്? ബുദ്ധിയുള്ളവരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞില്ലേ അല്ലാ? നബിമാരുടെ പ്രാർത്ഥന പറഞ്ഞില്ലേ അല്ലാ? മുഴുവൻ പ്രാർത്ഥനകളും പ്രിയമുള്ളവരെ ഈജിപ്തിന്റെ മണ്ണിലോ ഫിർഔനിന്റെ കൊട്ടാരത്തിലൂടെ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കപ്പെടുമ്പോ ആസിയ ബീവി പോലും മൂസാ നബി മുമ്പിലില്ലാത്തത് കൊണ്ട് മൂസാ നബിയെ എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പോലും പറഞ്ഞിട്ടില്ല. റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്നാ വനജ്നി മിൻ ഫിർഔന വഅമലിഹി, ഈ ഫിർഔനിൽ നിന്ന് അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഇനി ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ കടന്നു വന്നാൽ വീട്ടിലേക്ക് കയറുമ്പോ, വീട്ടിൽ നിന്നിറങ്ങുമ്പോ, പുതുവസ്ത്രം ധരിക്കുമ്പോ, ഇടിമിന്നൽ ഉണ്ടാകുമ്പോ, ക്ഷുദ്രജീവികളുടെ അക്രമങ്ങളെ ഭയപ്പെടുമ്പോ, കടക്കണിയിലൂടെ കൊടുങ്ങുമ്പോ മുഴുവൻ പ്രാർത്ഥനകളും അല്ലാഹു പറഞ്ഞു അല്ലാഹുവിനോടാ. റബ്ബല്ലാത്ത ഒരാളോട് പോലും കാണാൻ സാധ്യമല്ല. പക്ഷേ വേദനയോടുകൂടെ പറയാ, ഖുർആനിനെക്കാളും ഇന്ന് മഹത്വം ജനങ്ങൾ അറിയാതെ സങ്കല്പിക്കുന്നത് മനഃപൂർവ്വമല്ല. അറിയാതെ സങ്കല്പിക്കുന്ന മാല മൗലിദുകളുടെ ഏടുകളുണ്ടല്ലോ പ്രിയമുള്ളവരെ, നാട്ടുകാര് പറയൂലേ അത് മദ്ഹല്ലേ? മുത്തുനബിയുടെ മദ്ഹ് പറയുന്നതിനെയാണോ നിങ്ങൾ എതിർക്കുന്നത് എന്ന് പറയുന്നവരോട് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നതിന് ഞങ്ങൾ എതിരല്ല. അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാതെ ആരെയാ നമുക്ക് മദ്ഹ് പറയാനുള്ളത്? നബിയോട് സ്നേഹമുള്ളവരാണ് മുജാഹിദുകളോ.
പ്രിയമുള്ളവരെ, മദീന പള്ളിയുടെ ചാരത്ത് ബാബുസലാമിലൂടെ കടന്നു വന്നിട്ട് റസൂലുള്ളാഹിന്റെ മിമ്പറും കടന്ന് റൗദാ ഷരീഫും കടന്ന് പ്രവാചകന്റെ ഖബറിന്റെ ചാരവന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോ കണ്ണു നിറഞ്ഞൊലിക്കുന്നത്, രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത്, ഒന്നല്ല 10 അല്ല 100 തവണ കടന്നു വന്നാലും അത് ഹബീബിനോടുള്ള ഇഷ്ടമാ, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് തന്നെയാ. അങ്ങനെ ഞങ്ങളുടെ നെഞ്ചിലൂടെ കാണുന്ന ഞങ്ങളുടെ പ്രവാചകനില്ലയോ, ആ റസൂലുള്ള നുണ പറയുന്നവനാണ് എന്ന് സിദ്ദീഖ് മൗലിദിലൂടെ നിങ്ങൾ പറയുമ്പോ അതിനെ ഞങ്ങൾ സ്വീകരിക്കണമോ? അതിനെ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചോ? എന്ത് വിട്ട് ഇന്തോനേഷ്യ വിട്ട് അറബിക്കടലിന്റെ ഏടോരങ്ങളിലേക്കോ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്ന ചപ്പുചണ്ടികളെ പോലെ ഞങ്ങൾ ഒഴുക്കി വിടുമെന്നുള്ളതാ. പ്രിയമുള്ളവരെ, മൊഹീദി ശൈഖും റിഫായി ശൈഖും തമ്മിൽ തല്ലുന്നവരാണെന്ന് പറയുന്ന മുഹിയദ്ദീൻ മാല റിഫായി മാല ഞങ്ങളിലിരുന്ന് പാടണമോ? മുഹിയദ്ദീൻ ശൈഖിന് അദൃശ്യമറിയാന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ മേലെ കയറിയിരുന്നിട്ട് റിഫായി ശൈഖ് കയറിയിരിക്കുമ്പോ മുഹിയദ്ദീൻ ശൈഖിനെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു തുടങ്ങുന്ന 102ാമത്തെ വരി മുതൽ 109 വരി വരെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളാണ് കാണുന്നത്. എങ്കിലോ റസൂലുള്ളാഹിന്റെ 51ാമത്തെ വയസ്സിലുണ്ടായ മിറാജിൽ നിന്ന് 35ാമത്തെ വയസ്സിൽ ഫാത്തിമ ജനിച്ചു എന്ന് കള്ളക്കഥ പറയുമ്പോ ഞങ്ങളത് അംഗീകരിക്കണമോ? പ്രിയമുള്ളവരെ, റസൂലുള്ള മിറാജിൽ കോണി വൈദി താഴെ വീണു എന്ന് പറഞ്ഞാൽ, മൊയ്‌ദി ശൈഖ് രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, എതിർത്ത ഒരാളെ കിണറ്റിലൂടെ പാതാളത്തിലേക്ക് താഴ്ത്തി എന്ന് പറഞ്ഞാൽ, എന്തിനേറെ മലീമസമായ അപ്പിക്കൊട്ടയുടെ കഥ പറയുന്ന വരികളുണ്ട്. അംഗീകരിക്കണമോ? മദ്ഹെന്ന് പറയണമോ? നിങ്ങൾ കാണുന്ന ഈ കുത്തുബിയത്തിന്റെ മുമ്പൊക്കെ ഫാത്തിയൊക്കെ അയച്ചു കൊടുക്കണ ഔലിയാക്കൾ നമ്മൾ വിചാരിക്കും ഇവിടെ വന്നാല് നാഗൂർ, അജ്മീർ, ഏർവാടി, മുത്തുപേട്ട, ഭീമ, ഉമ്മിച്ച് അങ്ങനൊക്കെ പറയും. മടവൂ, പിന്നെ ഇവിടെ കരുനാഗപ്പള്ളി ശൈഖുമാരൊക്കെ വിളിക്കുക, അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. കുത്തുബിയത്തിൽ ആരൊക്കെ വിളിക്കണമെന്നറിയോ? മിനൽ ജിന്നി വൽ ഇൻസി കുബറാഇഹിം വറുഅസാഇഹിം, ജിന്ന ഔലിയാക്കളെ വിളിക്കുന്നുണ്ട്. അഹ്മർ, തംറയാത്ത്, ഹസ്തസ് ലഹ്കൂഷ്, മൈമൂൻ, ഹദലയാത്ത്, നസ്തലസ്തൂഷ്, മൈമൂൻ, സുന്നിക്, ശതതഷ്കൂഷ്, അബീദ്, ശംഹൂറഷ്, സൗബിഅ, അല്ലദീന ആഹദുല്ലാഹ വനബിയഹു സുലൈമാൻ അലൈഹിസ്സലാം. ഈ ജിന്ന ഔലിയാക്കൾക്കൊക്കെ ഫാത്തിഹ അയച്ചു കൊടുത്തിട്ട് കുത്തുബിയത്തൊക്കെ തുടങ്ങുക. ബദരീങ്കലുടെ ഹാജിയാരുടെ ചട്ടിങ്കലും കാക്കാൻ പോണവരാണ് ബദരീങ്കൽ എന്ന് പറയുന്ന. മന്ത്രികുമാരനെ കട്ടാര കത്തി കൊണ്ട് 313 പട്ടാളക്കാർ ഒന്നിച്ചു വന്ന് അറുത്ത് കളയുന്ന ബദർ മൗലിദിന്റെ കഥകളെ. ഇതാണോ ഇസ്ലാമിലെ മദ്ഹ്? പ്രിയമുള്ളവരെ, ആണോ? ആ ബിദ്അത്ത് കടന്നു വന്നപ്പോ അതിലൂടെ വന്ന വിപത്ത് എന്താണെന്നറിയോ? ആരുടെ പേരിലാണോ മൗലിദ് ഓതുന്നതെങ്കിൽ അവരോടുള്ള തേട്ടമാ. മുഹിയദ്ദീൻ മാലയാണ്, കുത്തുബിയത്താണ്, മുഹിയദ്ദീൻ മൗലിദാണെങ്കിൽ മുഹിയദ്ദീൻ ശൈഖിനോടാ. പ്രിയമുള്ളവരെ, മഴ പെയ്യിപ്പിക്കുന്നത് പോലും മുഹിയദ്ദീൻ ശൈഖാണെന്ന് പറയുന്നുണ്ട്. യാ കുത്തുബ അഹ്ലിസ്സമാ വല്ലർളി ഔസഹുമാ യാ ഫൈള ഐനി വജൂദിഹിം വഔസഹുമാ. ആകാശ ലോകത്തുള്ളവർക്ക് അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെയെന്ന് മുജാഹിദുകൾ പറഞ്ഞ അർത്ഥമല്ല. പാറന്നൂര് PP മൊയ്‌ദീൻ കുട്ടി മുസ്ലിയാർ കുത്തുബിയത്തിന്റെ വ്യാഖ്യാനം 27ാമത്തെ പേജിൽ കൊടുത്ത അർത്ഥമാണെങ്കിലോ മുഹിയദ്ദീൻ ശൈഖിനോട് കാക്കാനും രക്ഷിക്കാനും ചോദിക്കുന്നവരോട് തൗഹീദ് പറഞ്ഞ പണ്ഡിതനല്ലയോ? എന്തിനേറെ പ്രിയമുള്ളവരെ, നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് റമദാനിൽ പോലും ഓതുന്ന മങ്കുസ് മൗലിദിലൂടെ പറയലുണ്ട്, ഇർതകബതു അലൽ ഖത്വാ വഇറ ഹസ്രിൻ വഅദദ ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബി ഒരുപാട് തെറ്റുകളുടെ മേലെ വാഹനം കയറിയിട്ടുണ്ട്, അങ്ങയോട് ആവലാതി ബോധിപ്പിക്കുന്നു നബിയേ. പ്രിയമുള്ളവരെ,
മുഹിയുദ്ദീൻ ശൈഖ് ലോകത്തോട് പറയാ, അല്ലാഹുവല്ലാത്ത ആരോടും ആവലാതിപ്പെടണ്ട. അതേ പദം കാണാ നിങ്ങൾക്ക് ഫുതൂഹുൽ ഗൈബ് എന്ന കിതാബിലോ പേജ് നമ്പർ 136 ലാ തഷ്കുവന്ന ലക അഷ്കു എന്ന് പറഞ്ഞ അതേ പദമാണ്. ലാ തഷ്കുവന്ന ഫീ ഹാലത്തിൽ ബലിയാ, ജീവിതത്തിന്റെ ഏത് സന്നിഗ്ധ ഘട്ടം വന്നാലോ അല്ലാഹു അല്ലാത്തവരോട് ആവലാതിപ്പെടല്. രോഗം തരുന്നവനും രോഗശമനം തരുന്നവനും ഉയർത്തുന്നവനും താഴ്ത്തുന്നവനും എല്ലാം അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ ഫഅലൈക ബിൽ ഇസ്തിഗാസതി ഇലൈഹി, അല്ലാഹുവോട് മാത്രം ഇസ്തിആസ ചെയ്യൽ നിനക്ക് നിർബന്ധമാണ്. അതല്ലെങ്കിൽ ഫദാലിക ഇശ്റാകും മിൻക ബിഹി, അത് നിന്നിൽ നിന്ന് അല്ലാഹുവിനോടുള്ള ശിർക്കാ എന്ന് പഠിപ്പിച്ചത് മുഹിയുദ്ദീൻ ശൈഖാണ്. ഫുതൂഹുൽ ഗൈബിന്റെ പേജ് നമ്പർ 136. പ്രിയമുള്ളവരെ, ആ തൗഹീദ് പറഞ്ഞ ശൈഖിനോടാണോ നമ്മൾ ചോദിക്കുന്നത്? എന്നിട്ടും നമ്മൾ പറയൂലേ ഞങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാ, എന്നിട്ടും ശിർക്ക് സംഭവിക്കുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാനല്ല, മുഹിയുദ്ദീൻ ശൈഖാണ് പറഞ്ഞത്. ഫത്ഹുർ റബ്ബാനി പേജ് നമ്പർ 153, പുതിയവറിന്റെ കിതാബ് 123. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ ഹൃദയത്തിലോ എത്രയെത്ര ആരാധ്യന്മാരാ. കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ്, എല്ലാ വസ്തുക്കളും അല്ലാഹനെ കൂടാതെ അതിലേക്ക് അവലംബിക്കുമ്പോ, അതിലേക്ക് ആശ്രയിക്കുമ്പോ, വഹുവ സ്വനമുക, അത് നിന്റെ വിഗ്രഹമാണ്. ലാ യൻഫഉക തൗഹീദുൽ ലിസാനി മഅ ശിർകുൽ ഖൽബ്, ഹൃദയത്തിലൂടെ ശിർക്ക് വെച്ചുകൊണ്ട് നാവ് കൊണ്ട് ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ അത് നിനക്ക് ഉപകാരപ്പെടൂല എന്ന് പറഞ്ഞത് സാക്ഷാൽ അബ്ദുൽ ഖാദർ ജീലാനിയാ. പ്രിയമുള്ളവരെ, ഇനി മുഹമ്മദ് നബിയുടെ പേരിലാണ് മൗലിദെങ്കിൽ തേട്ടമാരോടാ, റസൂലുള്ളാഹിനോടാ, അല്ലാഹുവിന്റെ ഹബീബിനോടാ. يا سيد ساداتي جئتك قاصدا أرجو حماك فلا تخيب مقصدي قد هل بما قد علمت من الأذى والظلم والضعف الشديد فأسعدي. യാ സയ്യിദ് സദാത്ത്, നേതാക്കന്മാരിൽ നേതാവായ റസൂലേ, ജിഅ്തുക ഖാസിദ, അങ്ങയെ ഉദ്ദേശിച്ചുകൊണ്ട് ഇതാ വന്നിരിക്കുന്നു. അർജൂ ഹിമാക്ക്, അങ്ങയുടെ സംരക്ഷണമാണ് ആഗ്രഹിക്കുന്നത്. ഫലാ തുഖയ്യിബ് മഖ്സദി, എന്റെ ഉദ്ദേശങ്ങളെ പരാജയപ്പെടുത്തല്ല നബിയെ. എത്രത്തോളം റബീഉൽ അവ്വലിലെ ശറഫുൽ ലനാ മൗലിദിലെ അബ്ദുക്കൽ മിസ്കീൻ യർജു റസൂലേ, അങ്ങയുടെ പാവപ്പെട്ട അടിമ ഇതാ. ഏതടിമ? യജമാനന്റെ അടിമല്ല, ആരാധ്യന്റെ അടിമ. കാരണം ആരെങ്ങനെ വെള്ളപൂശാൻ നോക്കിയാലും അതിന്റെ താഴേക്കുള്ള വരികള് അർത്ഥം വെച്ചു വരുമ്പോ അന്ത ഗഫാറുൽ ഖത്തായ, അർത്ഥം ഇങ്ങനെ വെച്ചു വരുമ്പോ പ്രിയമുള്ളവരെ, അബ്ദ് ഉടമസ്ഥനായ അള്ളാന്റെ അടിമ എന്ന് പറയുന്ന അതേ അടിമ റസൂലുള്ളാന്റെ അടിമകളാണെന്ന് പറയണം. നബിയോട് തേടുന്നു ഇല്ലേ? ഏത് റസൂലുള്ളാഹിനോടാ പ്രിയമുള്ളവരെ തേടുന്നത്? ജനങ്ങളോട് പ്രഖ്യാപിച്ചു പോയൊരു പ്രവാചകനില്ലയോ? കുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ തേടുകയുള്ളൂ എന്ന് സൂറത്ത് ജിന്നിന്റെ 20-ാമത്തെ ആയത്തിലൂടെ അവനോട് യാതൊന്നിനെയും ഞാൻ പങ്കുചേർക്കൂല. പ്രിയമുള്ളവരെ, അതിനു വേണ്ടിയിട്ട് ഒരുപാട് മർദ്ദനങ്ങൾ സഹിച്ചു പോയ പ്രവാചകനോട്, പീഡനങ്ങൾ അനുഭവിച്ചു പോയ പ്രവാചകനോട്, മക്ക എന്ന് പറയുന്നത് മണൽത്തരികളല്ല, പാറനിബിടമാ, അവിടെയാണ് പ്രവാചകനെ ചവിട്ടി മതിച്ചത് എന്നുണ്ടെങ്കിൽ, അള്ളാന്റെ ഹബീബിന്റെ ശരീരത്തിലൂടെ രക്തമൊലിച്ചതെങ്കിൽ, കഫത്തിന്റെ തുള്ളികൾ ഒലിച്ചത് എന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ത്വായിഫിന്റെ ജബലടുക്കുകൾക്ക് താഴെ പ്രബോധനത്തിനായി കടന്നു വരുമ്പോ ചട്ടമ്പിക്കുട്ടികളെ കൊണ്ട് കല്ലെറിഞ്ഞ് നെറ്റിയിൽ നിന്ന് കാലിൽ നിന്ന് രക്തമൊഴുകിയിട്ട് ഒരു തുള്ളി ദാഹജലം കൊടുക്കാതെ പ്രയാസപ്പെടുത്തുമ്പോ പർവ്വതങ്ങളുടെ ഉത്തരവാദിത്വമുള്ള മലക്കുൽ ജിബാൽ പെയ്തിറങ്ങിപ്പോയ നിമിഷമാണെങ്കിൽ 600
100 ചിറകുകളോടെ ജിബ്രീലിനെ കണ്ട നിമിഷമാണെങ്കിലോ അങ്ങ് അനുവാദം തന്നാൽ പോരെ, ഈ പർവ്വത നിരകൾക്കിടയിലൂടെ നശിപ്പിച്ചു കൊള്ളാം യാ റസൂലല്ലാഹ്. വേണ്ട, അവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നുവെങ്കിൽ അത് മതി എന്ന് പറഞ്ഞ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തിനാ മുത്തുനബി അനുഭവിച്ച പീഡനങ്ങളോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിലാ പറന്നു വീണ നാടിനോട് മഹബ്ബത്ത് വെക്കുന്നവരാണ് നമ്മളെങ്കിലോ അല്ലാഹുവിന്റെ ഹബീബിനെ മക്ക എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കുമ്പോ ഇരുട്ടിന്റെ മറവില് കഅബാലയത്തിന്റെ മുന്നിൽ നിന്ന് വന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അലിംതു അന്നക ഖൈറു അർളില്ലാഹ്, എനിക്കറിയാം അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടതായ ഭൂമി നീ തന്നെയാ. നിന്റെ ആളുകൾ എന്നെ ആട്ടിവിട്ടില്ലെങ്കിലോ ഒരിക്കലും ഞാൻ പുറത്തേക്ക് പോകില്ല എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ കടലായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉയരമുള്ള സ്ഥലങ്ങളിലെത്തുമ്പോ തിരിഞ്ഞു നോക്കുകയാ. കഅബാലയത്തിനെ ലക്ഷ്യമാക്കിയുള്ള നോട്ടമാണെങ്കിലോ പറന്നു വീണ മക്കയുടെ മടിത്തട്ടിനോട്, പിച്ചവച്ച് നടന്ന മക്കയുടെ മാറിടത്തോട്, ഓടി നടന്ന മക്കയുടെ ഹൃദയത്തോട്, ഹൃദയം പറിച്ചെടുത്ത വേദനയോടുകൂടെ യാത്ര പറയുമ്പോ അല്ലാഹു പറഞ്ഞില്ല നബിയേ, ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിന്റെ വാക്കാ, അങ്ങ് തിരിച്ചു വരും ഈ ഒരു മണ്ണിലേക്ക്, ഈ നാടങ്ങേക്ക് അനുവദനീയമാണ് നബിയേ. പ്രിയമുള്ളവരെ, ആ റസൂലുള്ളാഹിനോട് ഇഷ്ടമുണ്ടോ, ആ റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടോ എങ്കിൽ ആ നബിയോട് തേടാനല്ല, ആ റസൂലുള്ളാഹി പറഞ്ഞ അല്ലാഹ് ബദർ മൗലിദിലൂടെ, ബദർ ബൈത്തിലൂടെ, മജ്ലിസുൻ നൂറിലൂടെ തേടുന്നത് ആരോടാ? പ്രിയമുള്ളവരെ, മജ്ലിസുൻ നൂർ മഹ്ദറത്തുൽ ബദരിയ എന്ന് പറഞ്ഞ് പാതിരാവിലൂടെ ഇറങ്ങി നടക്കുന്നവരെ ദാഹം മൗത്തത് കൂട്ടിയിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിയിടും, നേരം ലഹീനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. മരിക്കുന്ന നേരത്ത് ഇബ്ലീസ് വെള്ളം കൊണ്ടുവരുമ്പോ ബദരീങ്ങളുടെ കാവല് തരണേയെന്ന് ചോദിക്കുന്നവരോട് ജവാബാണ് ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രിയമുള്ളവരെ, ഈ വരി പാടുന്നവർ ഒന്നുകൂടെ മനസ്സിലാക്കണം, മരിക്കുന്ന നേരത്ത് ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് ബദരീങ്ങളോട് കാവല് ചോദിക്കുന്നവരോട്, ബദരീങ്ങളുടെ കാവല് തരണേ അല്ലാഹ് എന്ന് പറയുന്നവരോട് സാക്ഷാൽ ബദറിന്റെ രണഭൂമിയിൽ 300 ചില്ലാനം സഹാബത്തിനെതിരെ പോരാടിയ ആളാണ് ഇബ്ലീസ്. 300 ചില്ലാനം വരുന്ന ശുഹദാക്കളെ കണ്ട് ഇബ്ലീസ് ഓടിയില്ല. പിന്നെ ഇബ്ലീസ് ഓടുന്നത് എപ്പോഴാണെന്നറിയുമോ? ആകാശത്ത് നിന്ന് റബ്ബിന്റെ മലായിക്കത്തുകൾ അടരാടുന്നത് കണ്ടപ്പോ ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. എങ്കില്ല ഇബ്ലീസ് പേടിച്ച അല്ലാഹനോട് ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് കാവല് ചോദിക്കാ. പ്രിയമുള്ളവരെ, ഇബ്ലീസിന്റെ ഷർറിൽ നിന്നുള്ള കാവല് തേട്ടന്മാരോട് മജ്ലിസുൻ നൂറിന്റെ ഭാഷ തെറ്റാ, ശരിയായ തേട്ടം പറഞ്ഞു ഖുർആൻ. മുഴുവൻ ആളുകൾക്കും അറിയുന്ന ആയത്ത്, ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനുഷ്യ മനസ്സിൽ ദുർമന്തം നടത്തി പിന്മാറിക്കളയുന്ന ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് ജനങ്ങളുടെ ആരാധ്യനായ, ജനങ്ങളുടെ രാജാധിരാജനായ, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹ് നിന്നോട് കാവല് ചോദിക്കുന്നു എന്നാ. അതാണ് പ്രിയമുള്ളവരെ ഇസ്ലാമിന്റെ ഭാഷ. ഇനിയോ നേർക്ക് നേരെ ചോദിക്കുന്നില്ലയോ? യമൻ ബിഹി ഹല്ലറദ വഹമൻ ബിഹമ്മിൻ നകിദ കുൽനാദിയും മുസ്തൻജിദായ അഖില ബദർ ശുഹദ. ആദിയുണ്ടോ, വ്യാധിയുണ്ടോ, ദുഃഖമുണ്ടോ, വിഷമമുണ്ടോ, വിളിച്ചോ ബദർ ശുഹദാക്കളെ എന്ന് ബദരീങ്ങളോട് തേടുന്നവരുണ്ടെങ്കിലോ ആരാ ബദരീങ്ങളെന്ന് പഠിക്കാ, ആരാണ് ബദരീങ്ങളുടെ നേതാവെന്ന് പഠിക്കാ, എന്താണ് ബദറിന്റെ ആദർശമെന്ന് പഠിക്കാൻ.
ആയുധ സാമഗ്രികളില്ലാതെ ഈമാന് കൈമുതലാക്കി ബദറിന്റെ രണഭൂമിയിലേക്ക് സ്വഹാബത്ത് ഇറങ്ങുമ്പോ ഈത്തപ്പഴത്തിന്റെ മധുരം വായിൽ വെച്ച് നുകർന്ന് അടുത്ത സ്വഹാബത്തിന് കൈമാറുന്ന പട്ടിണിക്കോലങ്ങളാ, മുറിഞ്ഞ വാൾത്തലപ്പുകളാ, ആയുധ സാമഗ്രികളില്ല. രണ്ട് കുതിരപ്പടയാളികളാണെങ്കിലോ ആർത്തിരമ്പി വരുന്ന 1000-ഓളം വരുന്ന സുസജ്ജരായ ആളുകളോട് നേരിടുമ്പോ ബദറിന്റെ രണഭൂമിയിലൂടെ പടർന്നു പന്തലിച്ചൊരു ആദർശമുണ്ട്. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. ഗാസയുടെ റഫയുടെ മണ്ണിൽ നിന്ന് ഇന്ന് നമ്മൾ കേട്ടില്ലയോ പ്രിയമുള്ളവരെ, അനശേഷക്കം വരുന്നില്ലാതെ പച്ചയായ അവയവങ്ങൾ മുറിച്ചു മാറ്റുമ്പോ ഫലസ്തീനി ബാലൻ പറഞ്ഞ വാക്കുണ്ട്, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. 9 വയസ്സുകാരൻ 7 വയസ്സുകാരനോട് കലിമ ചൊല്ലിക്കൊടുക്കുമ്പോ പറയുന്നു, മോനോ ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. പാതി വീണ കെട്ടിട അവശിഷ്ടങ്ങൾക്ക് താഴെ പാതി മരിച്ചുപോയ ശരീരത്തിനോട് ആ ശരീരത്തിൽ നിന്ന് ഉറക്കെ പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. പാതി പോയ തലയോട്ടി കയ്യിൽ പിടിച്ച് ഫലസ്തീനിയായ മനുഷ്യനോ തന്റെ മകന്റെ ജനാദ പിടിച്ചു പറഞ്ഞ വാക്കോ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഏതാണ് ആദർശം എന്നറിയുമോ? ബദറിന്റെ രണഭൂമിയിലൂടെ പറഞ്ഞ ഹസ്ബുനല്ലാഹ്, അല്ലാഹു ഉണ്ട് എന്ന് പറയാൻ പ്രിയമുള്ളവരെ യുദ്ധത്തിന്റെ തലേ രാത്രിയില്ലയോ? എന്തിനാണ് ബദർ എന്ന് പഠിക്കാനാ? ഇത് നിർഭയത്വത്തോടുകൂടെ സകലമാന സഹാബത്തിനെയോ അല്ലാഹു ഉറക്കിക്കിടത്തുകയാ ബദറിന്റെ രണഭൂമിയിലോ. പ്രിയമുള്ളവരെ, എങ്ങനെയാ സമാധാനത്തോടുകൂടെ ഉറങ്ങാൻ കഴിയാ? 3 ഇരട്ടി വരുന്ന ആളുകളോട് നേരിടണ്ടയോ? ഒട്ടകത്തിന് അറുത്ത് കഴിച്ചു വരുന്ന ആളുകളോട് നേരിടണ്ടയോ? ഒന്നുമില്ലാത്ത പട്ടിണിക്കോലങ്ങളോ ക്ഷീണമില്ലാതെ യുദ്ധം ചെയ്യാ അല്ലാഹു ഉറക്കിക്കിടത്തുകയാ. പക്ഷേ ബദറിന്റെ രണഭൂമിയില് ഉറങ്ങാത്ത നായകനുണ്ട്. ആരാ? ലോകത്തിന്റെ മുത്ത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നിരന്തരമായ തേട്ടമാണ് അല്ലാഹുവോട്. കക്ഷത്തിന്റെ വെള്ള കാണാമായിരുന്നു. ഇരു കരങ്ങളും ആകാശഗോപുരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ചോ, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ. അല്ലാഹുവേ, ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിലോ ഭാര്യമാര് വിധവകളാകുമോ, മക്കൾ യതീമുകളാകുമോ, കൊച്ചു മദീനയുടെ ഭരണം നഷ്ടപ്പെടുമോ എന്നില്ല. മറിച്ചിലും തുഅബദ അബദാ, നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാഹ്. പ്രാർത്ഥിച്ച് ഷോൾഡറിലുള്ള തട്ടം പോലും താഴെ വീഴുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓടി വന്ന് പിന്നിൽ നിന്ന് വാരിപ്പുണർന്നിട്ട് പറയാ, അല്ലാഹു കൈവിടില്ല നബിയേ. എന്തിനാണ് ബദരീങ്കരുടെ നൊമ്പരങ്ങൾ എന്നറിയുമോ? ബദറിന്റെ രണഭൂമിയിലൂടെ രക്തം തീർന്നൊലിച്ചു പോയ ഉബൈദത്തിന് അറിയുമോ? ആദ്യമായി ദ്വന്ദ്വയുദ്ധത്തിലേക്ക് ചാടി വീണ സഹാബിയാ. കണങ്കാലിന് ചതിയിലൂടെ കണങ്കാലിന് കൊണ്ട് താഴെ വീഴുകയാ. നിലത്ത് കിടക്കുന്ന ഉബൈദത്തിന് നേരെ വീണ്ടും ശത്രുവാള് കൊണ്ട് രണ്ടാമതും വെട്ടുമ്പോ അത് തടുക്കാനുള്ള ശ്രമത്തിലൂടെ രക്തം ചീറിയൊലിക്കുമ്പോ റസൂലുള്ളാഹിന്റെ മടിത്തട്ടിലൂടെ കൊണ്ടുവന്ന് കിടത്തുകയാണ്. മുത്തനബിയുടെ മടിയിലാണ്. പ്രിയമുള്ളവരെ, ഉബൈദത്തിന്റെ ചോദ്യം കണ്ട് കിടപ്പ് കണ്ട് പാതിരാവിലെ പാതി വിരിയുന്ന പാരിജാതം പോലും തോറ്റുപോകുന്ന ഏറ്റവും മനോഹരമായ പുഞ്ചിരി അത് ലോകത്തിന്റെ മുത്തിൻ്റെതാണെങ്കിലോ ആ മുഖമാണ് മാറുന്നത്. ഉബൈദ റസൂലുള്ളാഹിന്റെ മടിത്തട്ടിലാണ് ചോദിക്കുന്നുണ്ട്, ചോകം ദേനുബൈദത്ത് എടുത്തത് അമ്മ ചോരിം ദേവരും വഴി കൊഴുകൈതമ്മ നികരറ്റവർ യാസീൻ ഹബീബുല്ലാന്റെ നേശാതീരു മുമ്പ് കിടത്തിക്കൊണ്ടേ. അവിടുന്ന് ഉബൈദത്ത് പറയുന്നുണ്ട്, നബിയേ, എന്റെ കാല് വീണ് പോയി റസൂല്, എന്റെ കൈ വീണ് പോയി ഹബീബ്. ഇവിടെ കിടന്നുകൊണ്ട് ഞാൻ മരിച്ചാ ബദർ ശുഹദാക്കളിൽ പെടുമോ നബിയേ? ബദർ യുദ്ധക്കളം വീട്ട് പിരിന്തോ ഞാനേ, ബദർ ശുഹദാക്കളിൽ ഞാനോ പെടുമോ തേനേ?
എനിക്ക് ബദറിന്റെ ശുഹദാക്കളുടെ ഗണത്തിൽ പെടാൻ പറ്റോ? അവിടെ അങ്ങ് ബദറിന്റെ രണഭൂമിയിലൂടെ ഷഹീദാവാൻ മോഹിച്ചവനാ. എന്തിനാ ഇങ്ങോട്ട് എന്നെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉബൈദാ, നീ എവിടെ കിടന്ന് മരിച്ചാലും ഷഹീദാ. എന്തിനാ ശുഹദാക്കൾ അവരുടെ കയ്യും കാലും കൊടുത്തതോ? എന്തിനാ ശുഹദാക്കൾ അവരുടെ ഭാര്യമാരെ വിധവകളാക്കിയതോ? എന്തിനാ ശുഹദാക്കൾ അവരുടെ മക്കളെ യതീമുകളാക്കിയതോ? എന്തിനാ ശുഹദാക്കൾ അവരുടെ കുടിലുകൾ അന്യായമാക്കിയതോ? എന്തിനാ ശുഹദാക്കൾ അവരുടെ ജീവൻ പോലും റബ്ബിന്റെ മാർഗത്തിലൂടെ കൊടുത്തതോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ബദരീങ്ങളോട് ഹൃദയത്തിന്റെ കോണിലൂടെ സ്നേഹമുണ്ടോ എങ്കിൽ അവരോട് തേടാനില്ല. അവര് പറഞ്ഞ അല്ലാ, അണ്ടകടാഹങ്ങളുടെ സൃഷ്ടാവായ അല്ലാ, ബ്രഹ്മാണ്ടങ്ങളുടെ സൃഷ്ടാവായ അല്ലാ, സകലതരാതരങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാ, അവനെന്തിനും കഴിവുള്ള ഖദീറ, എല്ലാം കാണാൻ കഴിവുള്ള ബസീറ, എല്ലാം കേൾക്കാൻ കഴിവുള്ള സമീഅ, നമ്മുടെ തലച്ചോറിന്റെ ചിന്തകൾ അറിയുന്ന അല്ലാ, നമ്മുടെ ഹൃദയത്തിന്റെ താളം തെറ്റുമ്പോ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് വിവരമറിയുന്ന അല്ലാ, അവൻ ഏകനായ റബ്ബാണെങ്കിലോ ആ റബ്ബിലേക്ക് മാത്രമായി തിരിക്കണേ നമ്മുടെ കരങ്ങളെ. അവനോട് മാത്രമായി ദുആ ചെയ്യാൻ. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ദീനിന്റെ പ്രത്യേകത മുഴുവൻ ആചാരങ്ങളും മുഴുവൻ അനുഷ്ഠാനങ്ങളും അല്ലാഹുവിനോടാണ്. ഒരു മരിച്ച മയ്യത്തിന് എന്തൊക്കെ വേണമെന്ന് പഠിപ്പിച്ചതും അള്ളാന്റെ മുത്ത റസൂൽ സല്ലല്ലാഹു. തൗഹീദ് അല്ലാതൊന്നുമില്ല. വാപ്പാന്റെ ഉമ്മാന്റെ ഖബറ് നിങ്ങൾ സിയാറത്ത് ചെയ്യേ, അവിടെ പോയി സലാം പറ, ഖബറിൽ കിടക്കുന്നവർക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്ക, ഖബറാളിയോട് തേടാനില്ല. കണ്ടോ, ഇസ്ലാമില് തൗഹീദ് അല്ലാത്തൊന്നുമില്ല. ഖബർ സിയാറത്ത് സുന്നത്തല്ലേ? സുന്നത്താണ്. പോയി സിയാറത്ത് ചെയ്യാ, സലാം പറയാ, ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യുക, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. മരിച്ച വീട്ടിൽ പ്രാർത്ഥനയില്ലേ? ഉണ്ട് പ്രിയമുള്ളവരെ. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതുപോലെ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ അല്ലാഹുമ്മ അഗ്ഫിർ ലി അബീ സലമത, മയ്യത്തിന്റെ പേര് പോലും പറഞ്ഞിട്ട് ദുആ ചെയ്യാം. പ്രിയമുള്ളവരെ, നമ്മൾ ആ പ്രാർത്ഥന പഠിച്ചിട്ടില്ല. നമ്മൾ പള്ളിക്കോടല മൊയിലേറെ കൊണ്ടുവരില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. പഠിക്കണം പ്രിയമുള്ളവരെ, പഠിക്കണം പ്രിയമുള്ളവരെ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വാപ്പ ഗൾഫിലേക്ക് പോകുമ്പോ പ്രാർത്ഥനയില്ലേ? പ്രാർത്ഥനയുണ്ട് ഇസ്ലാമിലെ. അസ്തൗദിഇല്ലാഹ ദീനക. പഠിക്കണം പ്രിയമുള്ളവരെ, ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കണം. പൗരോഹിത്യങ്ങളല്ല ഇസ്ലാം, അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. വാശിയല്ലട്ടോ, വൈരാഗ്യല്ലട്ടോ. പ്രിയമുള്ളവരെ, ഒറ്റപ്പെടുന്ന നാളിലെ മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിലൂടെ രക്ഷപ്പെടാനാ ഖബറിലൂടെ മറമാടിയിട്ട് എല്ലാവരും വിട പറയുമ്പോ അല്ലാഹുവിന്റെ മലായിക്കത്തുകള് ആ ഖബറിലേക്ക് കടന്നു വന്ന് ചോദ്യം ചെയ്യുമ്പോ അല്ലാഹു എന്റെ റബ്ബാണെന്ന് പറയണോ? അല്ലാഹുവിന്റെ വഹദാനിയത്ത് വേണേ, ഇസ്ലാമിന്റെ ദീനാണെന്ന് പറയണോ? ആ ദീന് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ. ഇൽമെന്താണെന്ന് ചോദിക്കുമ്പോ ഖുർആനാണെന്ന് പറയണോ? ഖുർആന് വായിക്കണേ, ഖുർആന് പഠിക്കണേ, ഖുർആന് ജീവിതങ്ങളിലൂടെ പകർത്തണേ. അല്ലാഹുവിന്റെ ഹബീബിനെ കാണിച്ചു തരുമ്പോ അതെന്റെ നബിയാണെന്ന് പറയണോ? അല്ലാഹുവിന്റെ ഹബീബിനെ പൂർണ്ണമായി അനുസരിക്കാ, റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത ബിദ്അത്തുകളെ വലിച്ചെറിയാൻ ഉത്തരം പറയാൻ കഴിഞ്ഞ സ്വർഗത്തിന്റെ വിരിപ്പാണ്, സ്വർഗത്തിന്റെ വസ്ത്രമാണ്. ഖബർ വിശാലമാ, ഖബർ പ്രകാശപൂരിതമാ. ഖബറിലേക്ക് സ്വർഗത്തിന്റെ കമാനം ഇങ്ങനെ തുറന്നു കൊടുക്കുകയാണ്. ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയില്ലയോ, റബ്ബി അജ്ലിൽ ഖിയാമാ, ഖിയാമത്ത് നാളൊന്ന് വേഗം തരണേ അല്ലാ. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ശിർക്കായി ബിദ്അത്തായി ഖുർആനിനെ അവഗണിക്കലായി, അല്ലാഹുവിന്റെ ദീനിന്റെ ഷിആറുകളെ ചിഹ്നങ്ങളെ മാറ്റിവെക്കലായി, ആ ദീനിനോട് നന്ദികേട് കാണിച്ചവരെ ഖബറിലൂടെ ഉത്തരം പറയാൻ കഴിയാതെ അറിയൂല എന്ന് വിലപിക്കുന്ന സന്ദർഭങ്ങളിലോട്
ബിതുറഖത്തിൻ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ചുറ്റിക പോലുള്ള ആയുധം കൊണ്ട് അവരുടെ രണ്ട് കാതുകൾക്കും മധ്യത്തിലൂടെ അടിക്കപ്പെടുകയാ. അവർ ഭൂമിയിലേക്ക് ആണ്ടുപോകുന്നു. പൊന്തി വരുമ്പോ വീണ്ടും അവർക്ക് പ്രഹരമാ. ആ ആയുധത്തിന്റെ കനമറിയുമോ നിങ്ങൾക്ക്? അതുകൊണ്ടൊരു പർവ്വതത്തിന്റെ ശിഖരത്തിലാണ് അടിക്കുന്നത് എങ്കിലോ ആ പർവ്വതം പോലും പരിപൂർണമായി മണ്ണായി പോകുമാറോ കനമുള്ള ആയുധമാ. ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയുന്ന മലക്ക് പറയുന്നുണ്ട്, അൽബിസൂഹു ബിന്നാർ അഫ്രിഷൂഹു ബിന്നാർ. നരകത്തിന്റെ വസ്ത്രം നിങ്ങൾ ധരിപ്പിച്ചോ, നരകത്തിന്റെ വിരിപ്പിനെ നിങ്ങൾ കൊടുത്തോ. വഫ്തഹു ലഹു ബാബൻ ഇലന്നാർ, നരകത്തിലേക്കുള്ള കവാടം നിങ്ങൾ തുറന്നിട്ട് കൊടുത്തോ. എല്ലാവിധ നരകീയമായ അദാബുകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, ഹാദാ മഖാദിക ലക ഹത്താ യബഅസക അല്ലാഹ്. അല്ലാഹു പുനർജന്മം നൽകുന്നത് വരെയുമുള്ള നിന്റെ ഇരിപ്പിടമാണ്, സങ്കേതമാണെന്ന് പറയുമ്പോ ആ മനുഷ്യന് കരഞ്ഞിട്ട് പറയാ, റബ്ബി ലാ തുഖ്മിസ്സാ, ഖിയാമത്ത് നാൾ വരല്ല അല്ലാഹ്, വരല്ല അല്ലാഹ്, വരല്ല അല്ലാഹ്. ഖബറിനെ അല്ലാഹു വല്ലാതെ ഇടുക്കുമെന്നാണ്, ഇരുട്ടറയാക്കി മാറ്റുമെന്നാണ്. പേടിപ്പെടുത്തുന്ന രൂപം അവന്റെ ഖബറിലേക്ക് കടന്നു വരുമ്പോ കരഞ്ഞിട്ടവൻ ചോദിക്കുന്നു, നീ ആരാണ്? അമലുക്കൽ ഖബായിസ്, നീ ചെയ്ത നീചമായ പ്രവർത്തനങ്ങളാണെന്ന് പറയുമ്പോ പ്രിയമുള്ളവരെ, ഖബർ രക്ഷപ്പെടണ്ടേ നമുക്ക്? ബഅസിലൂടെ രക്ഷപ്പെടാ, കത്തിയാളുന്ന നരകത്തിലൂടെ രക്ഷപ്പെടാ, വിരൂപിയായി നരകത്തിലൂടെ എറിയുന്ന സന്ദർഭങ്ങളിലൂടെ താങ്ങാൻ കഴിയില്ല. ഏറ്റവും വലിയ വേദന അറിയുന്ന ത്വക്കുണ്ടല്ലോ, തൊലിയുണ്ടല്ലോ, 42 മുഴമാ. കുല്ലമാ നദിജത് ജുലൂദുഹും ഫബദ്ദൽനാഹും ജുലൂദാ, അവരുടെ തൊലികൾ ഇങ്ങനെ പഴുത്തു ഭാഗമാകുമ്പോ അല്ലാഹു തൊലികളെ മാറ്റി മാറ്റി കൊടുക്കുന്ന നരകമാ. കല്ല് കത്തുന്ന നരകമാ, കരിമ്പുകകളുടെ നരകമാ. ഒരു തുള്ളി ജലം ഒഴിക്കുമ്പോഴേക്ക് യശ്വിൽ വുജൂഹ, മുഖം പൂർണ്ണമായി കരിഞ്ഞു പോകുന്ന നരകമാ. അതിന്റെ അസ്ലീൻ ഒരു കോരി പോരെ ദുനിയാവിലെ കൊഴിക്കുമ്പോ ദുനിയാവ് മുഴുവനും ദുർഗന്ധം വമിക്കുമെങ്കിലോ പ്രിയമുള്ളവരെ താങ്ങാൻ പറ്റോ നരകമെന്നുള്ളത്? റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാർ ഫഖദ് അഖ്സൈതാ, അല്ലാഹുവേ നീ പ്രവേശിപ്പിച്ചാൽ നിന്നിച്ചു കളഞ്ഞല്ലോ അല്ലാഹ്. ഫഖിനാ അദാബന്നാർ, ഫഖിനാ അദാബന്നാർ, ഫഖിനാ അദാബന്നാർ. നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, കരിയിലെ കുളങ്ങരയിലെ പുടവാ മസ്ജിദിന്റെ പരിസരത്തുള്ളവരോ തൊണ്ട പൊട്ടി നിങ്ങളോട് ഈ വിഷയങ്ങൾ പറയുന്നത് എന്തിനാണെന്നറിയോ? അള്ളാന്റെ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ. അതുകൊണ്ട് എന്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുമ്പോ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത്, അല്ലാഹുമ്മ അശ്ഹദു, അല്ലാഹുമ്മ അശ്ഹദു, അല്ലാഹുമ്മ അശ്ഹദു. അല്ലാഹുവേ നീ സാക്ഷിയാണല്ലോ, നീ സാക്ഷിയാണല്ലോ, നീ സാക്ഷിയാണല്ലോ. നിന്റെ തൗഹീദിന്റെ ശബ്ദമുണ്ടല്ലോ, എന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ ഫലമായി എത്തിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ഈ പുടവാ മസ്ജിദിന്റെ പരിസരത്ത് എത്തിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് സ്വീകരിക്കാ, അല്ലേ നിങ്ങൾക്ക് തള്ളിക്കളയാ? നാളെ വഹ്ദാനായ ജബ്ബാറായ റബ്ബിന്റെ കോടതിയിലൂടെ കടന്നു വരുമ്പോ ഇവർ ഞങ്ങളുടെ അടുത്തുണ്ടായിട്ട് ഞങ്ങളോട് പറഞ്ഞു തന്നില്ല എന്ന് പറയാ നിങ്ങൾക്ക് സാധ്യമല്ല. പ്രിയമുള്ളവര്, ഈ ശബ്ദം ശ്രവിക്കുന്നവരിൽ ഉസ്താദമാരുണ്ടോ? ഹൃദയത്തിൽ തട്ടി നിങ്ങളോട് പറയാ, അള്ളാന്റെ ദീന് വിറ്റുകൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിലോ അവരുടെ വയറുകളിൽ അവരെ തീയല്ലാതെ നടക്കുന്നില്ല. അള്ളാഹു അവരോട് നാളെ സംസാരിക്കില്ല, അള്ളാഹു സംസ്കരിക്കില്ല, കാരുണ്യത്തിന്റെ നോട്ടം പോലും അള്ളാഹു നോക്കൂല. അതുകൊണ്ട് ഉസ്താദുമാരെ, ദീന് മറച്ചു വെക്കല്ലേ, ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണേ. പ്രിയമുള്ളവരെ, ഈ സംസാരം ഇവിടെ പൂർണ്ണമായി അവസാനിപ്പിക്കുമ്പോ ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ചയിലെ ആലപ്പുഴയുടെ വടുതലയിൽ വെച്ച് നടക്കുന്ന ഫാമിലി കോൺഫറൻസിലേക്ക് ഇൻഷാ അല്ലാഹ് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുകയാണ്.
കുടുംബത്തിന്റെ വിഷയങ്ങളെ, മക്കളുടെ വിഷയം, മാതാപിതാക്കളുടെ വിഷയങ്ങൾ, ദമ്പതികളുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ വിഷയങ്ങളെ, പൊതുസമൂഹത്തിൽ എങ്ങനെ എടുക്കേണ്ട നിലപാടുകളെ, ആധുനിക വർത്തമാന കാലഘട്ടങ്ങളിൽ കുടുംബങ്ങളിൽ അരച്ചു കയറുന്ന നിരീക്ഷ നിർമ്മലവാദങ്ങൾക്കെതിരെയുള്ള കൃത്യമായ പാഠങ്ങളും അധ്യാപനങ്ങളും നൽകുന്ന ഈ ആലപ്പുഴ ജില്ലയുടെ പല കുടുംബങ്ങൾ ഒരു കുടുംബമായി മാറുന്ന ആലപ്പുഴ ജില്ലയുടെ വടുതലയിൽ നടക്കുന്ന ഫാമിലി കോൺഫറൻസിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഔദ്യോഗികമായി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. മുഴുവൻ ആളുകളും ഇൻഷാ അല്ലാഹ് സംഘടിതമായി ഇവിടുന്ന് യാത്ര പുറപ്പെടുമ്പോൾ അതിലൊരു ഭാഗവാക്കാവാൻ നമ്മൾ കൂടെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നാം ഏവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇതുവരെയുള്ള എൻ്റെ സംസാരത്തിൽ ആരുടെങ്കിലും മനസ്സിനെ വേദനിപ്പിക്കുമാറ് പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ഒരു വാക്ക് എന്നിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്തേക്ക് മാറ്റിവെക്കാതെ നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ആദർശപരമായി പറഞ്ഞത് അത് മനഃപൂർവ്വം ഓർമ്മപ്പെടുത്തിയതാണ്. പഠിക്കണേ, പഠന വിധേയമാക്കണേ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവേ പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്. കത്തിയാടുന്ന നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങളെ ആരെയും നീ മാറ്റല്ല അല്ലാഹ്. സ്വർഗം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനന അൽ മുസ്ലിമീന ഫീ ഫിലസ്തീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനന അൽ മുസ്ലിമീന അൽ മുജാഹിദീന ഫീ റഫ വഫീ ഗസ. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. لا تسلط علينا من لا يرحمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചും ആവശ്യപ്പെട്ടുകൊണ്ടും പ്രിയമുള്ളവരെ, ഈ ഒരു സംസാരം സംഘടനയിൽ ആളെ ചേർക്കാനില്ല, സംഘടനാ ബാഹുല്യങ്ങളെ വർദ്ധിപ്പിക്കാനില്ല, തൗഹീദ് പറയാൻ. എന്തിനാണെന്നറിയോ? നാളെ ഫോണിന്റെ വാട്സപ്പിന്റെ കോളങ്ങളിലൂടെ തൃശ്ശൂർ ജില്ലക്കാരനായ എന്റെ മരണ വാർത്ത നിങ്ങളുടെ ഫോണിൽ വരുമ്പോ, നമ്മളുടെ ഓരോ നാട്ടിൽ ഇന്ന് പ്രവർത്തകൻ മരിച്ചു എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായി അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു എന്നൊന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ, ഒരു മയ്യത്തിന്റെ ചാരെ 100ഓളം തൗഹീദുള്ള മുവഹിദുകളായ ആളുകൾ വന്ന് മയ്യത്തിന് വേണ്ടി തേടുമ്പോ ചോദിക്കുന്ന കാര്യം അല്ല കൊടുത്തിട്ടല്ലാതെ ഇല്ല എന്നാൽ അങ്ങനെയുള്ള ആഖിറത്തിലേക്കുള്ള നേട്ടമല്ലാതെ ഒന്നും ഈ പ്രസ്ഥാനത്തിന് ഈ ജനങ്ങളോട് പ്രതീക്ഷിക്കാനില്ല എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.